കുറിച്ചാണ്. ആദ്യമായി തന്നെ 10th ക്ലാസ്സിലും അതുപോലെ തന്നെ 12th ക്ലാസ്സിലും വിജയിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വിമുക്തി മിഷന്റെ അനുമോദനം അറിയിച്ചുകൊള്ളുകയാണ്. ഇനി നിങ്ങൾ പുതിയ പഠന മേഖലകൾ തിരഞ്ഞെടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് പുതിയ പഠന മേഖലകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസകളും ഞാൻ ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊള്ളുകയാണ്. ഓരോ കുട്ടിക്കും ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ അഭിരുചിക്കനുസരിച്ച് പുതിയ പഠന മേഖലകൾ തിരഞ്ഞെടുക്കാനായിട്ടുള്ള അറിവുകൾ കിട്ടാൻ വേണ്ടിയായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വെബിനാർ ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും 10th പ്ലസ് 2 ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ രക്ഷകർത്താക്കൾക്കും വളരെയധികം ആകാംക്ഷ ഉണ്ടാക്കുന്നതാണ് അവരുടെ ഈ മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളത്. അതുകൊണ്ട് അതിന് നിങ്ങൾക്ക് നല്ല ഒരു മാർഗദർശനം ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ വെബിനാർ വിമുക്തി മിഷന്റെ ഫേസ്ബുക്കിലൂടെയും ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി നമുക്ക് ഈ പരിപാടി തുടങ്ങാം. ഈ പരിപാടിയുടെ ആദ്യമായിട്ട് ഈ പരിപാടിക്ക് ആമുഖ പ്രഭാഷണം നടത്താമെന്ന് പറഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണർ ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉള്ളത് കാരണം ഇതിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് നിങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മളുടെ ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ KP സേതുമാധവൻ സാറാണ്. സാറിനെ കിട്ടിയത് തന്നെ നമുക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ കൺസൾട്ടന്റ് ആണ്. സാറ് ഫോർമർ വെറ്റിനറി ഒരു ഡയറക്ടറാണ് കേരള വെറ്റിനറി ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ. സാർ വേൾഡ് ബാങ്കിന്റെ കൺസൾട്ടന്റുമാണ്. സാറിന്റെ പ്രൊഫൈൽ വളരെയധികം വലുതാണ്. ഈ മേഖലയിൽ സാറിന് ഈ മേഖലയിൽ വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് സാറ്. സാറിന് നമുക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. അതുകൊണ്ട് ഞാൻ ആദ്യമായി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സാറിനെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അതുപോലെ രക്ഷകർത്താക്കളെയും അധ്യാപകരെയും ഞാൻ വിമുക്തിയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. നമുക്ക് സമയം ഒട്ടും നമ്മൾ കളയേണ്ട. നമ്മളുടെ വിശിഷ്ടാതിഥി അതുപോലെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ KP സേതുമാധവൻ സാറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്. സാർ പ്ലീസ്. ബഹുമാനപ്പെട്ട ശ്രീ രാജീവ്, മറ്റ് ഉദ്യോഗസ്ഥരെ, ഏറെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, വളരെയേറെ സന്തോഷമുണ്ട്. ഈ ഒരു സമയം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 12ാം ക്ലാസ്സിലേക്കുള്ള കോമ്പിനേഷനുകൾ ഏതൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത്. 12ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 12ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾ സ്കൂൾ വിട്ട് കോളേജിലേക്കോ അല്ലെങ്കിൽ ഉന്നത പഠന കേന്ദ്രങ്ങളിലേക്ക് പോവുകയാണ്, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ വേണം. ജീവിതത്തിലെ വിജയം എന്നത് പ്രധാനമായും 2 കാര്യങ്ങളാണ് ആശ്രയിച്ചിരിക്കുന്നത്: ദ റൈറ്റ് ചോയ്സ് ആൻഡ് ദ റൈറ്റ് ഇൻവോൾവ്മെന്റ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് എത്രത്തോളം അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. അതൊരു പക്ഷെ ആ കോഴ്സ് പൂർത്തിയാക്കിയാൽ വർഷങ്ങളോളം 10, 30, 40 വർഷങ്ങളോളം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറേണ്ട ഒരു തൊഴിൽ മേഖലയിലേക്ക് നിങ്ങളെ നയിക്കാൻ അത് പര്യാപ്തമാകുമോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും വിദ്യാർത്ഥികൾ അച്ഛന്റെ മനസ്സിൽ ഒരു കോഴ്സായിരിക്കും, അമ്മയുടെ മനസ്സിൽ വേറൊരു കോഴ്സായിരിക്കും. അച്ഛന്റെ മനസ്സിൽ ഒരു കോഴ്സായിരിക്കും, അമ്മയുടെ മനസ്സിൽ വേറൊരു കോഴ്സായിരിക്കും, നിങ്ങളുടെ മനസ്സിൽ വേറൊരു കോഴ്സായിരിക്കും, നിങ്ങളുടെ സുഹൃത്തുക്കൾ പറയുന്നത് വേറൊരു കോഴ്സായിരിക്കും. ഇതിനിടയിൽ താല്പര്യമില്ലാത്ത കോഴ്സുകൾക്ക് ജോയിൻ ചെയ്ത് കോഴ്സ് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവരുടെ എണ്ണവും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ കാണണം. ഒരു വർഷം ഇന്ത്യയിൽ നിന്നും ഏതാണ്ട് 50 ലക്ഷത്തോളം ബിരുദധാരികളാണ് പഠിച്ച് പുറത്തിറക്കുന്നത്. അതുപോലെ തന്നെ ഏതാണ്ട് 1 ലക്ഷത്തിലധികം ഡിപ്ലോമയും അതുപോലെ തന്നെ മറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമും കഴിഞ്ഞ് 8 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പഠിച്ച് പുറത്തിറങ്ങുന്നു. ഈ ഒരു വലിയൊരു പൂളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരിക്കണം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് നിങ്ങളുടെ താല്പര്യത്തിന് ഇണങ്ങിയതായിരിക്കണം. ഇന്ന് ലോകം വലിയൊരു മഹാമാരിയുടെ പിടിയിലാണ്.
കോവിഡ് ഡിസ്റപ്ഷൻ, COVID-19 രണ്ടാം തരംഗത്തിലും അടിമപ്പെട്ട് നിങ്ങൾ പലരും കോഴ്സുകൾ തന്നെ 10ാം ക്ലാസ്സും അതുപോലെ തന്നെ 12ാം ക്ലാസ്സൊക്കെ പഠനത്തിന്റെ ഭൂരിഭാഗവും പൂർത്തിയാക്കിയത് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെയാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ കോവിഡ് ഡിസ്റപ്ഷൻസ്, കോവിഡ് സൃഷ്ടിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നിങ്ങൾ എങ്ങനെ അത് തരണം ചെയ്തു? അത് കോവിഡ് ഒരുപാട് പ്രതിസന്ധി പല മേഖലയിൽ ഉണ്ടാക്കിയെങ്കിലും ഒരുപാട് സാധ്യതകൾ പല മേഖലകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കോവിഡിന്റെ സാധ്യതകൾക്ക് നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നേറാം, എങ്ങനെ പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മൾ കൈയടക്കിക്കൊണ്ട് പുതിയ പുതിയ സാങ്കേതിക വിദ്യ ടെക്നോളജി യുഗത്തിലേക്ക് പോകുമ്പോൾ, ലോകം ടെക്നോളജിയുടെ അതിയുഗത്തിലേക്ക് നീങ്ങുമ്പോൾ അതിനനുസൃതമായി നീന്താനും അതുപോലെ തന്നെ പുതിയ പുതിയ വാതായനങ്ങൾ തേടിക്കൊണ്ട് ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുവാനും അതിനനുസൃതമായ രീതിയിൽ തൊഴിൽ മേഖലയിൽ കണ്ടെത്താനും നമ്മൾ കഴിയേണ്ടതുണ്ട്. പ്രധാനമായും നമ്മുടെ നാട്ടിലെ പ്രധാനമായും 3 സെക്ടറായിട്ട് തിരിക്കാം. പ്രാഥമിക മേഖല പ്രൈമറി സെക്ടർ അഗ്രികൾച്ചർ ആണ്, കൃഷിയാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല വ്യവസായ മേഖലയാണ്, ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. മൂന്നാമത്തെ മേഖല സർവീസസ് ആണ്, സേവന മേഖലയാണ്. എക്കണോമിക് റിവ്യൂവിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ പ്രൈമറി സെക്ടർ ഏതാണ്ട് അഗ്രികൾച്ചറിന്റെ ഗ്രോത്ത് കുറവാണ്. വ്യവസായ മേഖലയുടെ ഗ്രോത്ത് വളർച്ചയും നമ്മൾ വിചാരിച്ചത്ര വരുന്നില്ല. പക്ഷേ സേവന മേഖലയുടെ വളർച്ച മറ്റെല്ലാ മേഖലകളെയും പിന്തള്ളിക്കൊണ്ട് സേവന മേഖല കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സേവന മേഖലയിലാണ് ഒരുപാട് തൊഴിലവസരങ്ങൾ വരുന്നത്. ഐ ടി അനുബന്ധ മേഖല, ബാങ്കിങ്, ഇൻഷുറൻസ്, ഹോസ്പിറ്റാലിറ്റി, ഇങ്ങനെ സേവന മേഖലയിലാണ് മൊത്തം 68% തൊഴിലവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സേവന മേഖലയിൽ ഇത്തരം തൊഴിലവസരങ്ങൾ വരുമ്പോൾ പലപ്പോഴും പ്രാഥമിക മേഖലയായ കൃഷി സേവന മേഖലയിലേക്ക് മാറുന്ന ഒരു പ്രവണത കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഗ്രികൾച്ചർ അഗ്രി ബിസിനസ്സിലേക്ക് പോകുന്നു. അഗ്രി ബിസിനസ്സിൽ നിന്ന് ഫുഡ് പ്രോസസ്സിംഗിലേക്കും അതുപോലെ തന്നെ ഫുഡ് റീറ്റെയിലേക്കും പോകുന്നു. നേരിട്ട് കഴിക്കാവുന്നതും നേരിട്ട് പാചകം ചെയ്യാവുന്നതുമായ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ റെഡി ടു ഈറ്റ് ആൻഡ് റെഡി ടു കുക്ക് ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് വലിയ പ്രാധാന്യം വരുന്നു. ഇനി ഐ ടി മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗും ഡീപ്പ് ലേണിംഗും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡാറ്റാ സയൻസും ഡാറ്റാ മാനേജ്മെന്റും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും ഒക്കെ കുതിക്കുന്ന ഒരു കാലമാണ്. ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഈ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ ഐ ടി തൊഴിലവസരങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ കോവിഡ് വന്ന ഉടനെ ഐ ടി തൊഴിലവസരങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകം തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ നിരവധി കമ്പനികൾ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങളാണ്. ഇപ്പോൾ തന്നെ TCS ഏതാണ്ട് 1.25 ലക്ഷത്തോളം ബിരുദധാരികളെ തെരഞ്ഞെടുക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതുപോലെ കോഗ്നിസന്റ് 1 ലക്ഷം, അങ്ങനെ ഏതാണ്ട് 10 ലക്ഷത്തോളം തൊഴിലവസരങ്ങളാണ് ഈ വർഷം കോവിഡ് മൂലം ഈ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഡിജിറ്റലൈസേഷൻ അതിന്റെ എല്ലാ അർത്ഥത്തിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് റെസിസ്റ്റന്റ് ആയ പല മേഖലകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആരോഗ്യം, ഹെൽത്ത് കെയർ സെക്ടറിലാണ്, ആരോഗ്യ മേഖലയിലാണ് കോവിഡിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായതെങ്കിലും ആരോഗ്യ മേഖലയിൽ സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കൃഷി, ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ കൂടുതൽ സാധ്യതകൾ വന്നു. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഡിജിറ്റലൈസേഷൻ, ഏറ്റവും ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം വന്നു. നിങ്ങൾ എല്ലാവരും വീട്ടിലിരുന്ന് ക്ലാസ്സുകൾ കേൾക്കുന്നു, നിരവധി പ്ലാറ്റ്ഫോമിൽ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നു. അങ്ങനെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിനും ഓഫ്ലൈൻ വിദ്യാഭ്യാസത്തിനെ അപേക്ഷിച്ച് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് പ്രസക്തിയേറും. മുൻകാലങ്ങളിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിനെ എതിർത്തിരുന്ന രക്ഷിതാക്കൾ ഇന്ന് കുട്ടികൾക്ക് ഓഫ്ലൈൻ വേണ്ട, ഓൺലൈൻ മതി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ ഒരു കോണ്ടെക്സ്റ്റ് ആണ് നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോഴ്സുകൾ ഉണ്ടാവും. നിങ്ങളുടെ ചുറ്റും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു വലിയ ശൃംഖല തന്നെയുണ്ട്. കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളം ഇന്ത്യയുടെ മൊത്തം ഭൂസ്ഥിതിയുടെ 1.18% മാത്രമേ ഉള്ളൂ. ഇന്ത്യ എന്നത് ലോകത്തിന്റെ 2.37% മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഒരുപാട് വലിയ യഥേഷ്ടം സാധ്യതകൾ നമുക്കുണ്ട്. നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധ്യതകൾ കേരളത്തിനകത്ത് മാത്രമല്ല, രാജ്യത്തിനകത്ത് മാത്രമല്ല, ലോകത്തെമ്പാടും ഉണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം. വിദ്യാഭ്യാസ രംഗത്ത് ദ കോൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ വില്ലേജ്, ആഗോള ഗ്രാമം എന്ന ആശയത്തിന് വലിയ പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി കാണേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഏതൊരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ കഴിവുകേടുകളും വിലയിരുത്തണം. ചിലർക്ക് 10ാം ക്ലാസ് വരെ മാത്തമാറ്റിക്സ് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ 11നും 12ലും വീണ്ടും കണക്ക് തന്നെ വീണ്ടും പഠിക്കുന്നത്? ചിലർക്ക് 12ാം ക്ലാസ് വരെ മാത്തമാറ്റിക്സ് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള കോമ്പിനേഷനിലേക്ക് പോകാനും നിങ്ങളുടെ ചോയ്സ് നാരോ ഡൗൺ ചെയ്യാനുമുള്ള വലിയ അവസരങ്ങളാണുള്ളത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ജീവിതത്തിലെ വിജയം എന്നത് റൈറ്റ് ചോയ്സ് ആൻഡ് റൈറ്റ് ഇൻവോൾവ്മെന്റ് ആണ്. ആ ഒരു സെലക്ഷൻ എത്രത്തോളം ശരിയായ രീതിയിൽ നിങ്ങൾ എടുക്കുന്നുവോ നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിൽ ഏതാണ്ട് 70% നിങ്ങൾ കൈവരിക്കും.
പിന്നീട് നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ആണ്. നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോഴ്സ് പൂർത്തിയാക്കിയാൽ വരാനിരിക്കുന്ന മാറ്റങ്ങളും വികസനവും നിങ്ങൾ സ്വപ്നം കാണണം. തൊഴിലധിഷ്ഠിത മേഖലയിലെ കോഴ്സുകൾക്ക് സാധ്യത മുൻഗണന നൽകണം. അതിനപ്പുറം നിങ്ങളുടെ താല്പര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താല്പര്യത്തിനിണങ്ങിയ കോഴ്സുകൾ മാത്രമേ തിരഞ്ഞെടുക്കാവൂ. താല്പര്യമില്ലാത്ത കോഴ്സുകൾക്ക് ചേരുന്നത് ഒരിക്കലും നല്ലതല്ല. അങ്ങനെ ചേരുന്നവരാണ് ഒരുപക്ഷെ കോഴ്സ് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അഭിരുചിയാണ്. ചിലർക്ക് ചില വിഷയങ്ങളോട് നല്ല താല്പര്യം ഉണ്ടാവും, നല്ല അഭിരുചി ഉണ്ടാവും. ഒരുപക്ഷെ +2 വരെ സയൻസ് പഠിച്ച വിദ്യാർത്ഥിക്ക് ബിരുദ പഠനത്തിന് ഹ്യൂമാനിറ്റീസ് ആയിരിക്കും താല്പര്യം, അല്ലെങ്കിൽ ബിരുദ പഠനത്തിന് ബിസിനസ് സ്റ്റഡീസോ അല്ലെങ്കിൽ മാനേജ്മെന്റോ ഒക്കെ ആയിരിക്കും താല്പര്യം. അപ്പൊ നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ അഭിരുചി തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിനപ്പുറം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മനോഭാവമാണ്, ആറ്റിറ്റ്യൂഡ്. ഓരോ ആൾക്കും ഓരോ ജോലിയെ കുറിച്ചും തൊഴിലിനെ കുറിച്ചും ഓരോ മനോഭാവം ഉണ്ടാവും. എനിക്ക് ഇന്നതാകണം, എനിക്കൊരു ബാങ്ക് ഓഫീസർ ആവണം, എനിക്ക് അല്ലെങ്കിൽ ഒരു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ എഴുതി സ്റ്റേറ്റ് സിവിൽ സർവന്റ് ആവണം, അല്ലെങ്കിൽ എനിക്കൊരു IAS ഓഫീസർ ആവണം, എനിക്കൊരു ഡോക്ടർ ആവണം, എനിക്കൊരു സംരംഭകനാകണം. ഇങ്ങനെ ഓരോ ആളുടെ മനസ്സിലും ഓരോ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട മനോഭാവത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതിനപ്പുറമാണ് ലക്ഷ്യം. ആ ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം, അതിനിണങ്ങിയ രീതിയിലേക്കുള്ള കാര്യമാണ് നിങ്ങൾ എടുക്കേണ്ടത്. ആ വഴി, ആ പാത്വേ എങ്ങനെ നിങ്ങൾ കണ്ടെത്തുന്നുവോ ആ അവസാന ലക്ഷ്യം നിങ്ങൾ അതാണ്. എനിക്ക് അതാവണം, എനിക്കൊരു IT സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണം, എനിക്കൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആവണം, എനിക്കൊരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു അധ്യാപകനാകണം. ഇങ്ങനെ നിങ്ങളുടെ താല്പര്യത്തിനിണങ്ങിയ, നിങ്ങളുടെ ലക്ഷ്യത്തിനിണങ്ങിയ ആ പാതയിലേക്കുള്ള ആ പാത വെട്ടിത്തെളിക്കുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നിങ്ങളുടെ കഴിവും നിങ്ങളുടെ കഴിവുകേടുകളും വിലയിരുത്തണം. എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടേതായ കഴിവുകളുണ്ട്. ചില വിഷയം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ചില മേഖല നിങ്ങൾക്ക് നല്ല എളുപ്പവുമായിരിക്കും. അപ്പൊ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, ആ ആപ്റ്റിറ്റ്യൂഡ്, ആ അഭിരുചി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ മേഖലയിലും അതിൻ്റെതായ സാധ്യതകളുണ്ട്. +2 പഠിച്ച വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ചിലർ എഞ്ചിനീയറിംഗിന് പോകാൻ താല്പര്യപ്പെടും. പക്ഷെ നിങ്ങളുടെ ഫിസിക്സും മാത്തമാറ്റിക്സും സ്ട്രോങ് അല്ലെങ്കിൽ, ഫിസിക്സിലും മാത്തമാറ്റിക്സിലും നിങ്ങൾക്ക് നല്ല വൈദഗ്ധ്യം താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും എഞ്ചിനീയറിംഗിന് പോകരുത്. ഇന്ന് തൊഴിൽ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ ബിരുദധാരികളുടെ തൊഴിൽ ലഭ്യത മികവ് ഏതാണ്ട് 25% താഴെ മാത്രമാണ്. അവർക്ക് ലഭ്യമായ തൊഴിലും ആവശ്യമായ തൊഴിലും തമ്മിൽ വലിയൊരു അന്തരം നിലനിൽക്കുകയാണ്. ഈ അന്തരത്തിന് അത് പലപ്പോഴും അതിന്റെ ഒരു കാര്യത്തിൽ തൊഴിൽ നൈപുണ്യത്തിനാണ് പ്രാധാന്യം വരുന്നത്. സ്കിൽ വികസനത്തിന് വലിയ പ്രാധാന്യം വരുന്നു. റിക്വയർഡ് സ്കിൽസും അവൈലബിൾ സ്കിൽസും തമ്മിൽ വലിയ ഒരു അന്തരം നിലനിൽക്കുകയാണ്. ഈ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മികച്ച തൊഴിൽ ലഭിക്കൂ. വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം അറിവ് നേടുകയാണെങ്കിലും അതിനപ്പുറം മനോഭാവത്തിലും അതുപോലെ തൊഴിൽ നൈപുണ്യത്തിലും വലിയ മാറ്റം വരേണ്ടതുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് സ്കിൽ വികസനത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ തൊഴിൽ ലഭിക്കൂ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ 4 E's ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയും. ദ ഫസ്റ്റ് ഈസ് എക്സ്പാൻഷൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഈസ് ഇക്വിറ്റി. എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം ലഭിക്കുകയാണ്. മൂന്നാമത്തെ ഈസ് എക്സലൻസ്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നാലാമത്തെ ആണ് ഏറ്റവും പ്രധാനം, ദാറ്റ് ഈസ് എംപ്ലോയബിലിറ്റി. മികച്ച തൊഴിൽ ലഭിക്കണം. മികച്ച തൊഴിൽ ലഭിക്കാൻ മികച്ച തൊഴിൽ നൈപുണ്യ ശേഷി, സ്കിൽ വികസനം അത്യന്താപേക്ഷിതമാണ്. നന്നായി ആശയവിനിമയം നടത്താൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇംഗ്ലീഷിലും ഭാഷയിലും മാതൃഭാഷയിലും മലയാളത്തിലും നല്ലവണ്ണം സംസാരിക്കാനും എഴുതാനുമുള്ള കഴിവ്, അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കിൽ, നിങ്ങൾ പഠിച്ച വിഷയങ്ങളിൽ ഏത് തൊഴിൽ മേഖലയിലേക്കാണോ പോകുന്നത് ആ തൊഴിൽ മേഖലയ്ക്ക് ഇണങ്ങിയ ഡൊമൈൻ സ്കിൽ, അതുപോലെ തന്നെ തീരുമാനം എടുക്കാനുള്ള ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, അതുപോലെ റിസ്ക് ടേക്കിംഗ് സ്കിൽ, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, അനലിറ്റിക്കൽ സ്കിൽ. ഇങ്ങനെ ഒരുപാട് തൊഴിൽ നൈപുണ്യ മേഖലകളുണ്ട്. ആ നൈപുണ്യ മേഖലയ്ക്ക് ഇണങ്ങിയ തൊഴിലിലേക്ക് പോകാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ 1 മണിക്കൂർ പ്രസന്റേഷനിൽ ആദ്യമായിട്ട് നിങ്ങളോട് ആമുഖമായിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. ഇനി PowerPoint പ്രസന്റേഷനിലേക്ക് കടക്കാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയും. ഇനി അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ദൂരീകരിക്കാം. ജീവിതത്തിലെ പലപ്പോഴും നമ്മൾ അറിയേണ്ട കാര്യം, കരിയർ ചോയ്സസ് ആർ ലൈഫ് ചോയ്സസ്. നിങ്ങൾ എടുക്കുന്ന ഉപരിപഠന മേഖല നിങ്ങൾക്ക് മികച്ച ഒരു തൊഴിലിലേക്ക് എത്താൻ സഹായിക്കുന്നതായിരിക്കണം. അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം. സോ കരിയർ ചോയ്സസ് ആർ ലൈഫ് ചോയ്സസ്. അതുകൊണ്ട് നിങ്ങൾ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ശരിയായ തീരുമാനം ശരിയായ സമയത്ത് എടുക്കണം. 12ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങളൊരു ബിരുദ പ്രോഗ്രാമിന് പോകുമ്പോൾ
അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഒരു ഡിപ്ലോമ പ്രോഗ്രാമിന് പോകുമ്പോൾ അത് നിങ്ങളുടെ താല്പര്യത്തിന് ഇണങ്ങിയതാണോ, നിങ്ങളുടെ പാഷൻ അതായത് നിങ്ങളുടെ ലക്ഷ്യത്തിന് ഇണങ്ങുന്ന രീതിയിലാണോ, അതൊക്കെ നിങ്ങൾ പ്രത്യേകം വിലയിരുത്തണം. പലപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ തന്നെ വിലയിരുത്തണം. രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും നിങ്ങളെ വിലയിരുത്താൻ പറ്റുമെങ്കിലും നിങ്ങളുടെ യഥാർത്ഥ കഴിവുകളെ കുറിച്ച് വിലയിരുത്താൻ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. അതിൽ പ്രധാനപ്പെട്ട വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് ചില വിഷയങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവും, അതങ്ങ് ഒഴിവാക്കുക. ചില വിഷയങ്ങളിൽ താല്പര്യം ഉണ്ടാവും. അത്തരം താല്പര്യമുള്ള മേഖലകൾ 2 or 3 മേഖലകൾ മുൻഗണനാ ക്രമത്തിൽ കണ്ടെത്തുക. അതിനിണങ്ങിയ രീതിയിലുള്ള ഒരു തീരുമാനമെടുക്കുക. അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഒരു എടുത്ത കോഴ്സിൽ ഒരുപക്ഷെ അത്തരം കോഴ്സുകൾക്ക് അഡ്മിഷൻ ചിലപ്പോൾ +2ന്റെ മാർക്കായിരിക്കും, അല്ലെങ്കിൽ എടുത്ത കോഴ്സുകൾക്ക് അഡ്മിഷൻ പ്രവേശന പരീക്ഷകളായിരിക്കാം. ഇങ്ങനെ ഏതാണോ താല്പര്യം ആ താല്പര്യത്തിന് ഇണങ്ങിയ രീതിയിലേക്ക് പഠിക്കാത്ത കോഴ്സ് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കണം. ഇന്ന് ഏതൊരു കോഴ്സിനെ കുറിച്ചും ഏതൊരു തൊഴിലിനെ കുറിച്ചും പൂർണ്ണ വിവരങ്ങൾ അറിയാൻ നിങ്ങളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണുകളുണ്ട്. കേരളത്തിലെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരുടെ ഇന്റർനെറ്റ് പെനിട്രേഷൻ മറ്റു സംസ്ഥാനങ്ങളെക്കാളും കൂടുതലാണ് കേരളത്തിൽ. നിങ്ങൾ എല്ലാവരും ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നവരാണ്. അപ്പോൾ ഓരോ മേഖലയെ കുറിച്ചുള്ള തൊഴിൽ സാധ്യതകളൊക്കെ ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പലപ്പോഴും നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ വാല്യൂസിനാണ് മുൻഗണന കൊടുക്കുക. അഡ്വഞ്ചർ, ബാലൻസ്, ആത്മവിശ്വാസം, അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ കുടുംബം, സന്തോഷം, ആരോഗ്യം, ഇതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കണം. വാല്യൂസിന് വലിയ പ്രാധാന്യം കൊടുക്കണം. അപ്പോ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനം, അതായത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു ഞാൻ ആ കോഴ്സ് എടുക്കുന്നു എന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്. വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം. ആ ഫോക്കസ്ഡ് ആയ ഒരു തീരുമാനം ആണ് കോഴ്സ് സെലക്ഷനിൽ നിങ്ങൾക്ക് തീർച്ചയായും വേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തൊഴിലിന് എന്തൊക്കെ സ്കില്ല് ആവശ്യമാണ്, ഇനി ഈ ഒരു സ്കില്ലിന് ആവശ്യമായ ഉദാഹരണമായിട്ട് എനിക്ക് മർച്ചന്റ് നേവിയിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് ഒരു മാരിടൈം എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു പൈലറ്റ് ആകണം. ഇതിനൊക്കെ എന്തൊക്കെ സ്കില്ലാണ് വേണ്ടത്, അതിനുള്ള കോഴ്സ് പൂർത്തിയാക്കിയാലുള്ള തൊഴിലവസരങ്ങൾ എന്തൊക്കെ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കെല്ലാം ഉണ്ടാവും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ, ഒരുപാട് വിവരങ്ങൾ, അതുപോലെ തൊഴിൽ പ്രവണതകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊഴിൽ പ്രവണതകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ രീതിയിലേക്ക് എത്താനുള്ള പാത്ത് വേസ്, ഉദാഹരണമായിട്ട് ചിലർക്ക് ഐസറിലേക്ക് BSMS ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് പഠിക്കാൻ താല്പര്യമുണ്ടാവും. അപ്പൊ അതിന്റെ പാത്ത് വേ എന്താണ്? 3 വഴികളിലൂടെ നിങ്ങൾക്ക് പോകാം. ഒന്നാമത്തേത് സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക്, ബയോമാത്സ് എടുത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ആദ്യം KVPY സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന പ്രോഗ്രാം സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസറിൽ അഡ്മിഷൻ ലഭിക്കും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ JEE മെയിൻ ഓർ JEE അഡ്വാൻസിന്റെ സ്കോറിനനുസരിച്ച് നിങ്ങൾക്ക് പോകാം. മൂന്നാമത്തെ ഒരു കാര്യം, ഐസർ നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ പോകാം. അതായത് പല വഴികളുണ്ട്, അതായത് പാത്ത് വേസ് ആർ മോർ ഡിഫറെന്റ്. ഇനിയല്ല കേരളത്തിലെ ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിലോ നിങ്ങൾ കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ പ്രവേശന പരീക്ഷ എഴുതണം. ഇനി മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ കിട്ടണമെങ്കിലോ നിങ്ങൾ നീറ്റ്, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, നീറ്റ് പരീക്ഷ എഴുതണം. അതുകൊണ്ട് ഈ പാത്ത് വേസ് ആർ മോർ ഇമ്പോർട്ടന്റ്. അതിനുള്ള നടപടിക്രമങ്ങളും ഉണ്ട്. എങ്ങനെ ആ പാത്ത് വേസിലൂടെ എങ്ങനെയുള്ള നടപടിക്രമങ്ങൾ, നീറ്റിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നീറ്റിൽ നിങ്ങളുടെ റാങ്ക് വിചാരിച്ചത്ര അല്ലെങ്കിൽ മറ്റു കോഴ്സുകൾക്ക് മെഡിക്കൽ, ഡെന്റൽ, അഗ്രികൾച്ചർ, വെറ്റനറി, ഫിഷറീസ്, ആയുർവേദ, ഹോമിയോ, യുനാനി, സിദ്ധ തുടങ്ങിയ മേഖലകളിലേക്ക് നിങ്ങൾക്ക് പോകാം. ഇനിയല്ല BSc നഴ്സിംഗ് ആണ് നിങ്ങളുടെ താല്പര്യമെങ്കിലോ BSc നഴ്സിംഗിന് പോകണമെങ്കിൽ നിങ്ങളുടെ +2ന്റെ മാർക്കാണ് നോക്കുന്നത്. ഇനിയല്ല നിങ്ങൾക്ക് B.Pharm-നാണ് പോകുന്നെങ്കിലോ ടീം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ ഫസ്റ്റ് പേപ്പർ ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾ എഴുതണം. ഇങ്ങനെ ഓരോന്നിനും ഓരോ നടപടിക്രമങ്ങളുണ്ട്. എന്തൊക്കെ ഭാവിയിൽ നിങ്ങൾക്ക് മികച്ച സ്കില്ലുകൾ നിങ്ങൾ പഠനത്തോടൊപ്പം കൈയടക്കണം. ഈ ഡിഗ്രി പഠനം എന്നത് കളിച്ചു നടക്കേണ്ട സമയമല്ല. ആ സമയത്ത് ഡിഗ്രിയോ ഡിപ്ലോമയോ പഠിക്കുന്ന സമയത്ത് ആ പഠനത്തോടൊപ്പം നന്നായി ആശയവിനിമയം നടത്താനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, റീഡിംഗ് സ്കിൽ, നന്നായി വായിക്കണം, പത്രം വായിക്കണം. പൊതുവിജ്ഞാനം നമ്മുടെ വിദ്യാർത്ഥികളിൽ കുറഞ്ഞു വരികയാണ്. പതിവായിട്ട് പത്രം വായിക്കണം, ഇംഗ്ലീഷ് പ്രാവീണ്യം മെച്ചപ്പെടുത്തണം, റൈറ്റിംഗ് സ്കിൽ നന്നായി എഴുതാനുള്ള, അതുപോലെ ലിസണിംഗ് സ്കിൽ, ജനറൽ നോളേജ്, സോഫ്റ്റ് സ്കിൽസ്, കമ്പ്യൂട്ടർ നോളേജ് ഇപ്പൊ അത്യന്താപേക്ഷിതമാണ്. ഏതൊരു വിഷയം പഠിച്ചാലും കമ്പ്യൂട്ടർ സ്കിൽ അത്യന്താപേക്ഷിതമാണ്. ഈവൻ എല്ലാ പ്രോഗ്രാമുകൾക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവാൻ കമ്പ്യൂട്ടർ വിജ്ഞാനം ആവശ്യമാണ്. LD ക്ലർക്കിനും കമ്പ്യൂട്ടർ നോളേജ് ആവശ്യമാണ്. ഇപ്പൊ എല്ലാം നമ്മുടെ ഓൺലൈനാണ്, ഫയലിംഗ് സിസ്റ്റം ആണ്. ഇപ്പൊ കമ്പ്യൂട്ടർ നോളേജ്, കമ്പ്യൂട്ടർ സ്കിൽസ് അത്യന്താപേക്ഷിതമാണ്. സ്കിൽസ് ഇൻ പ്രോഗ്രാമിംഗ്, സമ്മർ വർക്ക് എക്സ്പീരിയൻസ്, ഫ്യൂച്ചർ ടെക്നോളജി സ്കിൽസ്, ഒരുപാട് ഫ്യൂച്ചർ ടെക്നോളജി, ഭാവി സാങ്കേതിക വിദ്യകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓട്ടോമേഷൻ, യന്ത്രവൽക്കരണം എല്ലാ രംഗത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോമൊബൈൽ രംഗത്താണെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്.
അതുപോലെ തന്നെ ഹൈബ്രിഡ് വെഹിക്കിൾസ് വരുന്നു, അതുപോലെ ചാർജിങ് സ്റ്റേഷൻസ് വരുന്നു, അതുപോലെ ഓരോ രംഗത്തും റോബോട്ടിക്സ്, മെക്കാട്രോണിക്സ്, റോബോട്ടിക്സ് വലിയ സാധ്യതയായിട്ട് വരുന്നു. ഇങ്ങനെ ഓരോ രംഗത്തും പുതിയ പുതിയ സാധ്യതകൾ വരുമ്പോൾ ക്രിയേറ്റിവിറ്റി സ്കിൽസ്, അതുപോലെ തന്നെ അനലിറ്റിക്കൽ സ്കിൽസ്, ഇതൊക്കെ സ്വായത്തമാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വഴി എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ ടാലന്റും വിലയിരുത്തണം, നിങ്ങളുടെ കഴിവുകേടുകളും വിലയിരുത്തണം. പ്രധാനമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രധാനപ്പെട്ട ട്രെൻഡിങ് കരിയേഴ്സ് ഏതാണെന്ന് നോക്കണം. പരമ്പരാഗതമായി തൊഴിലൊന്നും കിട്ടാത്ത പഴയ കോഴ്സുകൾക്ക് പോയി വീണ്ടും നിങ്ങൾ തൊഴിലില്ലാത്തവരാകരുത്. അത് നിങ്ങളിപ്പോൾ മുൻകൂട്ടി കാണണം. അത് ആവാതിരിക്കാനുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ശരിയായ സമയമാണ്. ദിസ് ഈസ് ദ റൈറ്റ് ടൈം ഫോർ യു ടു ടേക്ക് എ ഡിസിഷൻ. അപ്പം എന്തൊക്കെയാണ് കരിയർ സാധ്യതകൾ, തൊഴിൽ സാധ്യതകൾ എന്താണ് എന്ന് നിങ്ങൾ അധ്യാപകരായിട്ടും ഇതുമായിട്ട് വിവരമുള്ളവരോടായിട്ട് നിങ്ങൾ സംസാരിക്കണം. അപ്പൊ നിങ്ങളുടേതായ ഒരു കരിയർ മാപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഇന്ന കോഴ്സ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്യും, ആ കോഴ്സിന് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ബിരുദാന്തര പഠനത്തിന് പോകും. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ ഗേറ്റ് പരീക്ഷ എഴുതി ചിലപ്പോൾ IIT-യിലോ അല്ലെങ്കിൽ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ MTech-ന് പോകും. അല്ലെങ്കിൽ ഞാൻ +2 കഴിഞ്ഞ് +2 രണ്ടാമത്തെ വർഷം സാറ്റ് പരീക്ഷയോ ടോഫിൽ പരീക്ഷയോ എഴുതി അമേരിക്കയിൽ അണ്ടർഗ്രാഡ് പ്രോഗ്രാമിന് പോകും. അല്ലെങ്കിൽ ഞാൻ IELTS എഴുതി ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ അല്ലെങ്കിൽ കാനഡയിലോ പഠിക്കാൻ പോകും. അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി പൂർത്തിയാക്കി, ഞാൻ എക്കണോമിക്സ് ഡിഗ്രി പൂർത്തിയാക്കി ഞാൻ സിവിൽ സർവീസസ് കോച്ചിങ്ങിന് പോകും. അല്ലെങ്കിൽ ഞാൻ ബിരുദം പൂർത്തിയാക്കി കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ചെയ്ത് രാജ്യത്തെ IIM-കളിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകളിൽ MBA-ക്ക് പഠിക്കാൻ പോകും. ഇങ്ങനെ നിങ്ങൾ വലിയൊരു കാര്യങ്ങൾ, വലിയ തീരുമാനങ്ങൾ നിങ്ങൾ സ്വപ്നം കാണണം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നടപടിക്രമങ്ങൾ നിങ്ങൾ അനുവർത്തിക്കണം. അത് വിൽ ഇൻ പൊസിഷൻ പ്രൊഫൈൽസ്, ഡു യുവർ റിസർച്ച്, ഇതെല്ലാം കണ്ടുപിടിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളൊരു അന്വേഷണാത്മക ത്വരതയോടെ കൂടി കണ്ടെത്തണം. നിങ്ങളുടെ അറിവും അതുപോലെ തന്നെ തൊഴിൽ നൈപുണ്യവും മെച്ചപ്പെടുത്തണം. ഇതിനായിട്ട് ചെറിയ ചെറിയ ഗോൾസ് വെക്കണം. അതായത് നിങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് ഇയർ എങ്ങനെയാണ്, ഞാൻ പഠനത്തോടൊപ്പം എന്തൊക്കെ സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ മെച്ചപ്പെടുത്തും, ഞാൻ പൊതുവിജ്ഞാനം മെച്ചപ്പെടുത്തും, ഞാൻ പതിവായിട്ട് പത്രങ്ങൾ വായിക്കും. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഡിഗ്രി പഠനത്തോടൊപ്പം ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് കാര്യം 10ാം ക്ലാസ്സിന് ശേഷം 12ാം ക്ലാസ്സിലെ കോമ്പിനേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 12ാം ക്ലാസ്സിന് ശേഷം ഞാൻ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നതിനുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കണം 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾ എടുക്കേണ്ടത്. ഇനി 12ാം ക്ലാസ്സിന് ശേഷമുള്ള നിങ്ങൾ കോഴ്സ് എടുക്കുന്നത് ബിരുദത്തിന് ശേഷം ബിരുദമോ ഡിപ്ലോമ ഇനി ITI സർട്ടിഫിക്കറ്റോ ഏത് പ്രോഗ്രാം ആകട്ടെ, അതിനുശേഷം ഏത് മേഖലയിലേക്ക് പോകുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾക്കുള്ള ഒരു വ്യക്തമായ സൂചന നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെറ്റ്വർക്ക് ടു ഗെയിൻ വിസിബിലിറ്റി. എപ്പോഴും ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ. ഇപ്പൊ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 2050 മൊത്തം തൊഴിലുകളിൽ ഏതാണ്ട് 50% തൊഴിലുകൾ ഇല്ലാതാവുന്ന പറയുന്നത്. പകരം പുതിയ തൊഴിൽ മേഖലകൾ, നമുക്ക് അറിയപ്പെടാത്ത തൊഴിൽ മേഖലകൾ വരും. അപ്പൊ ആ ഒരു തൊഴിൽ മേഖലയിലേക്ക് എത്താനുള്ള സ്വപ്നമാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അതിന് വേണ്ട സ്കിൽ, തൊഴിൽ നൈപുണ്യ ശേഷിയാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അപ്പൊ പ്രധാനപ്പെട്ട കോവിഡ് വന്നതോടുകൂടിയിട്ടുള്ള ഒരുപാട് പ്രവണതകളിൽ മാറ്റമുണ്ട്. തൊഴിൽ ലഭ്യത, മികവ് കോവിഡിന് മുമ്പും കോവിഡിന് ശേഷം വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ യുവാക്കളുടെ എണ്ണം വളരെ കൂടുതലാണ്. 28 വയസ്സുള്ളവരുടെ ശതമാനം ഏതാണ്ട് 52% ആണ് മൊത്തം ജനസംഖ്യയുടെ. വിപണിയിലും വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് സാധ്യതകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ആഗോള തലത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് എല്ലാ തൊഴിൽ ദാതാക്കളും ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ യു ഹാവ് ടു പെർഫോം ടു ആൻ എക്സ്ട്രാ ഓർഡിനറി വേ. എപ്പോഴും ഡിജിറ്റൽ ടെക്നോളജിക്ക് പ്രാധാന്യം വരുന്നു. പ്രൊജക്ട് മാനേജ്മെന്റ്, അതുപോലെ ബ്രാൻഡ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. എല്ലാ കമ്പനികളിലും ബ്രാൻഡ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആണ് അവർ ഉള്ള വിദ്യാർത്ഥികളെ ലഭിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ വീടുകളിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. IT കമ്പനികൾക്ക് ഭൗതിക സൗകര്യം വേണ്ട, വർക്ക് ഫ്രം ഹോം വരുമ്പോൾ ഒരുപാട് റിക്രൂട്ട്മെന്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് എമിഷനും കുറക്കാനും അതുപോലെ തന്നെ കാർബൺ എമിഷനും കുറച്ചുകൊണ്ടുള്ള ഗ്രീൻ ടെക്നോളജി, ഹരിത സാങ്കേതിക വിദ്യക്കും വലിയ പ്രാധാന്യം വരികയാണ്. ബ്രാൻഡ് ന്യൂ ഹാബിറ്റ്സ്, ഷിഫ്റ്റ് ടു ഡിജിറ്റൽ സൊല്യൂഷൻസ്, വർക്ക് പ്ലേസ് പോളിസിയിൽ മാറ്റം വരുന്നു. E-commerceൽ വലിയ മാറ്റം വരികയാണ്. മൊത്തം റീറ്റെയിലിന്റെ 70% ഫുഡ് റീറ്റെയിൽ കൈയടക്കാൻ പോവുകയാണ്. അതുപോലെ ഇൻഷുറൻസിലും ക്ലീൻ ടെക്നോളജിക്കും പ്രാധാന്യം വരുന്നു. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, അതുപോലെ ഗവൺമെന്റ് ഡിജിറ്റൽ പേയ്മെന്റിലാണ് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. In transformation towards online and digital technologies, emergence of new technologies, agri-business, agri-tech, fintech, health tech, advanced IT, Internet of Things, artificial intelligence, cloud services, machine learning, analytics, blockchain technology, ഇതിലൊക്കെ വലിയ പ്രാധാന്യം വരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അനാലിറ്റിക്കൽ സ്കിൽസും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും
സോഫ്റ്റ് സ്കിൽസും ടെക്നിക്കൽ സ്കിൽസും ആവശ്യമാണ്. ക്ലീൻ ടെക്നോളജിക്കും വലിയ പ്രാധാന്യം വരുന്നു. ഈ കോവിഡ് വന്നതോടുകൂടിയിട്ട് പ്രധാനപ്പെട്ട സാധ്യതയുള്ള കോഴ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഡിജിറ്റൽ ടെക്നോളജിയായി ബന്ധപ്പെട്ട കോഴ്സുകൾ നോക്കിയാൽ എന്തൊക്കെയാണ്? ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, ബിടെക് IT, അതുപോലെ BSc കമ്പ്യൂട്ടർ സയൻസ്, ബാച്ചിലർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സൈബർ സെക്യൂരിറ്റി, ഇങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ, റോബോട്ടിക്സ്, മെക്കാട്രോണിക്സ്, സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ, ഹെൽത്ത് ടെക്, ക്ലൈമറ്റ് ആക്ഷൻ, ക്ലീൻ സസ്റ്റൈനബിൾ ആൻഡ് എത്തിക്കൽ ടെക്നോളജീസ്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് പോലുള്ള എൻവയോൺമെന്റൽ സയൻസ് പോലുള്ള കോഴ്സുകൾ, ഇക്കോളജിക്കൽ സ്റ്റഡീസ്, ഇ-കോമേഴ്സ്, ഇ-ലേണിംഗ്, ഡാറ്റ അനലിറ്റിക്സ്, augmented reality, machine learning, cyber security, process automation, self-service capabilities, agribusiness and agri-technologies, life sciences. Life sciences അതായത് ജീവശാസ്ത്ര വിഷയങ്ങൾക്ക് ഇപ്പോൾ കൂടുതലായിട്ട് പ്രാധാന്യം വന്നത് ഈ കോവിഡ് വന്നതിന് ശേഷമാണ്. വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട ക്ലിനിക്കൽ മൈക്രോബയോളജി, വൈറോളജി, വാക്സിനോളജി, വാക്സിൻ ഡെവലപ്മെന്റ്, ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, ബയോമെഡിക്കൽ സയൻസ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഇതൊക്കെ കോവിഡിന് ശേഷം വളരെ കരുത്താർജിച്ച മേഖലകളാണ്. അതുപോലെ ഫൈനാൻഷ്യൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട ഫിൻടെക് കോഴ്സുകൾ. 2022 ഇനി വരാനിരിക്കുന്ന 2022 സസ്റ്റൈനബിൾ ഇക്കോസിസ്റ്റം, സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ സോഷ്യൽ എൻവയോൺമെന്റൽ ആൻഡ് സോഷ്യൽ എക്കണോമിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണ്. ക്ലീൻ എനർജി അജണ്ട, AI, ഡാറ്റാ സയൻസ്, ഡാറ്റാ മാനേജ്മെന്റ്, സൈബർ സെക്യൂരിറ്റി, റോബോട്ടിക്സ്. അതുപോലെ ക്യാമ്പസിൽ നിന്നും സംരംഭകരാകുന്നവരുടെ എണ്ണം, സ്റ്റാർട്ടപ്പുകൾ വരുന്നു, സ്വന്തമായിട്ട് സംരംഭകരാകുന്ന ഓണ്ടർപ്രണേഴ്സിന്റെ സംരംഭകരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കും. റിസർച്ച് ഓൺ ഹെൽത്ത്, ലൈഫ് സയൻസസ്, ഫാമിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുന്നു. വിദേശ പഠനത്തിന് സാധ്യതയും വിദേശ ഇമിഗ്രേഷനും സാധ്യതകൾ വരുന്നു. അതുപോലെ അക്കൗണ്ടിങ് സെക്ടറും ഏതൊരു സാമ്പത്തിക മാന്ദ്യം വരുമ്പോഴും സാമ്പത്തിക മാന്ദ്യത്തിനപ്പുറം സാധ്യത വരുന്ന 2 സെക്ടറാണ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ്. അതുകൊണ്ട് 2022 തൊട്ട് കോവിഡ് തീരുമ്പോഴേക്കും അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് സെക്ടറിലെ നല്ല വളർച്ച കാണിക്കും. ഹെൽത്ത് കെയർ, ഡിജിറ്റൽ ഹെൽത്ത് കെയർ, ജിനോമിക്സ്, പേഴ്സണലൈസ്ഡ് മെഡിസിൻസ്, ഹെൽത്ത് ജെനറ്റിക്സ് എന്നിവയിൽ ഒരുപാട് സാധ്യതകളാണ് ഇനി വരാനിരിക്കുന്നത്. ഇനി കീ ഗ്രോയിങ് സെക്ടേഴ്സ്, ഒരുപാട് വളർന്ന സെക്ടർ നോക്കിയാൽ ഡിഫൻസ്, എയറോസ്പേസ്, ഫുഡ് പ്രോസസിംഗ് ആൻഡ് ഫാമിംഗ്, ഹെൽത്ത് കെയർ, ഇൻഫ്രാസ്ട്രക്ചർ, ഡിജിറ്റൽ മീഡിയ, മൈനിങ്, ട്രാവൽ ആൻഡ് ടൂറിസം, റീറ്റെയിൽ, മാനുഫാക്ചറിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഡിസ്റപ്റ്റീവ് ടെക്നോളജീസ്, ലൈഫ് സയൻസസ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, എനർജി എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ വെഹിക്കിൾ എഞ്ചിനീയറിംഗ്. റെയിൽവേ അടുത്തിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെ സിഗ്നൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ്, ഇതിലൊക്കെ ഇത്തരം കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫെസിലിറ്റി മാനേജ്മെന്റ്, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്, 3D പ്രിന്റിംഗ്, ബയോമെഡിക്കൽ സയൻസ്, അഗ്രി ബിസിനസ്, അഗ്രി ടെക്, ഫിൻടെക്, ഹെൽത്ത് ടെക് ആൻഡ് ഫുഡ് പ്രോസസിംഗ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, സെൻസേഴ്സ്, സൂപ്പർ ഫാസ്റ്റ് നെറ്റ്വർക്കിംഗ്, ഇതിലൊക്കെ വലിയ പ്രാധാന്യം വരുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഒരു ശരാശരി ഒരാൾക്ക് ഒരു 27-30ഓളം സെൻസേഴ്സ് നമ്മളെ കൂടെയുണ്ട്. സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നതിന് മുമ്പേ കട തുറക്കുന്ന, നമ്മൾ അതിന് എത്തുന്നതിന് മുമ്പേ നമ്മൾ അറിയാതെ തുറക്കുന്നു. കാറിന്റെ ലോക്ക് ഓട്ടോമാറ്റിക് ആണ്, അത് തുറക്കുന്നു. വാട്ടർ ടാപ്പിന്റെ അടിയിൽ കൈ വെക്കുമ്പോൾ വെള്ളം വരുന്നു. ഇതൊക്കെ ഓട്ടോമേഷൻ രംഗത്തെ വലിയ മാറ്റങ്ങളാണ്. IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ സെൻസർ ബേസ്ഡ് സിസ്റ്റത്തിനാണ് വലിയ പ്രാധാന്യം വരുന്നത്. ഇനി ഭാവി തൊഴിലുകൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സംരംഭകരാകാൻ താല്പര്യമുള്ളവർ ഏത് വിഷയം എടുത്താലും മതി. അപ്പോൾ സംരംഭകരാകാൻ വളരെ സാധ്യതയുണ്ട്. ചിലർ സിവിൽ സർവീസസ് എഴുതാൻ താല്പര്യമുണ്ടാവും. ഏത് ബിരുദം എടുത്തവർക്കും സിവിൽ സർവീസസ് പരീക്ഷ എഴുതാം. പക്ഷേ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രോപോളജി വിഷയങ്ങൾ ഏറ്റവും മികച്ചതാണ്. ഇന്നോവേഷൻ, സ്കിൽ ഡെവലപ്മെന്റ്, ടെക്നോളജി, അഗ്രി ടെക്, ഫിൻടെക്, എൽഡർലി കെയർ, ഡിജിറ്റൽ ടെക്നോളജി, ഡാറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി വലിയ പ്രാധാന്യമുണ്ട്. ഇനി ഭാവി തൊഴിലുകൾ നോക്കുമ്പോൾ പബ്ലിക് ഹെൽത്ത്, എപ്പിഡമോളജി, ഡാറ്റ അനലിറ്റിക്സ്, ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, ഗ്ലോബൽ ഹെൽത്ത്, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് വലിയ പ്രാധാന്യമുണ്ട്. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബയോമെറ്റീരിയൽസ്, ബയോ ഇൻസ്ട്രുമെന്റേഷൻ, ബയോമെക്കാനിക്സ്, ബയോ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി വലിയ പ്രാധാന്യത്തോടെ വരാൻ പോവുകയാണ്. അമേരിക്കയിൽ ടെസ്ല ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് ഏറ്റവും പ്രധാനമായ ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജിയാണ്. ആ ടെസ്ലയുടെ ഫ്ലൈയിങ് ടാക്സീസ് ഏറ്റവും കൂടുതലായിട്ട് വരാൻ പോവുകയാണ്. മാത്രമല്ല ചാർജിംഗ് സ്റ്റേഷൻസ് രാജ്യത്തുടനീളം വരാൻ പോവുകയാണ്. ഓഗ്മെന്റഡ് റിയാലിറ്റി, പ്രോഡക്റ്റ് ഡിസൈൻ, അഡിറ്റീവ് മാനുഫാക്ചറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് തന്നെ ക്ലൗഡ് ബേസ്ഡ് സെൻസേഴ്സ്, ആർക്കിടെക്ചർ, സ്മാർട്ട് ഹൗസിംഗ്, ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗിന് വലിയ പ്രാധാന്യമുണ്ട്. ക്ലൗഡ് ആർക്കിടെക്ചർ, സൈബർ സെക്യൂരിറ്റി, ഇന്റർനെറ്റ് ഓഫ് IoT എഞ്ചിനീയറിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വലിയ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടതുണ്ട്. ഡിജിറ്റൽ ടെക്നോളജീസിലാവുമ്പോഴേക്ക് AI, റോബോട്ടിക്സ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ജെനറ്റിക് എഡിറ്റിംഗ്, സൈക്കോളജി. പണ്ട് പേഴ്സണൽ തെറാപ്പിക്കും കോഗ്നിറ്റീവ് തെറാപ്പിക്കും ആയിരുന്നു സൈക്കോളജി ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ന്യൂറോ സയൻസ്, സോഷ്യൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എഡ്യൂക്കേഷൻ
അതുകൊണ്ട് സൈക്കോളജി കോഴ്സിൽ നല്ല മാർക്കുള്ള കുട്ടികൾക്കാണ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നത്. ഇന്റീരിയർ ഡിസൈൻ, ആർട്ട് ആൻഡ് ഡിസൈൻ, ഫാഷൻ ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ജീനോമിക്സ്, molecular biology, fitness and wellness, coaching, yoga, online education, digital marketing, machine learning, deep learning, computer vision, national language processing, ഇതിനൊക്കെ വലിയ പ്രാധാന്യം വരുന്നു. Economics, developmental science, life sciences, engineering, branches like civil architecture, mechanical, communication, automobile, അതുപോലെ തന്നെ ടെക്നോളജി അധിഷ്ഠിത കോഴ്സുകൾ, ബിസിനസ് ഇന്നോവേഷൻ, IoT സെൻസേഴ്സ്, water management, waste management, data science, data analytics, accounting, molecular biology, nursing, sustainable development, ഇതിലൊക്കെ ഒരുപാട് സാധ്യതകളാണ് വരാനിരിക്കുന്നത്. ഇനി ചിലർക്ക് സംരംഭകരാകാൻ താല്പര്യം ഉണ്ടാവും. സംരംഭകരാവണമെങ്കിൽ എന്താണ്? അവർക്ക് ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിയും വേണം, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേറ്റീവ് സ്കിൽസ് വേണം, ഇമോഷണൽ ഇന്റലിജൻസ്, അഡാപ്റ്റബിലിറ്റി ടു ദ ചേഞ്ചസ്, ഡിസിഷൻ മേക്കിംഗ്, റിസ്ക് ടേക്കിംഗ്, ലീഡർഷിപ്പ് സ്കിൽസ് ആവശ്യമാണ്. ഇനി പോസ്റ്റ് കോവിഡ് സിനാരിയോ, കോവിഡിന് ശേഷം ഓട്ടോമേഷൻ, എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ്, യൂസർ ഇന്റർഫേസ്, പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസിന് വലിയ കൂടുതൽ ഊന്നൽ വരാൻ പോവുകയാണ്. ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, സെൽഫ് കെയർ, ഹെൽത്തി ഈറ്റിംഗ്, ഇമ്മ്യൂണിറ്റി, ഇ ഫാർമസി, ടെലിമെഡിസിൻ, ഓർഗാനിക് ആൻഡ് ഹെർബൽ സിസ്റ്റംസ്, ക്യാഷ്, ടാലന്റ് ആൻഡ് കണ്ടന്റിനാണ് ഇനി വരുന്ന കാലത്ത് വലിയ പ്രാധാന്യം വരാൻ പോകുന്നത്. ലേണിംഗ് ആൻഡ് കണ്ടിന്യൂസ് അപ്ഗ്രഡേഷൻ, social entrepreneurship, agriculture entrepreneurship, cluster development, self-help groups and startups. Potential sectors നോക്കിക്കഴിഞ്ഞാൽ education and technology, health and wellness, financial services, software as services, remote working tools, e-commerce, delivery systems, cloud computing technology, software as service, robotics, artificial intelligence, machine learning, robotics, mechatronics. റോബോട്ടിക്സ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെയാവാം? കൺട്രോൾ എഞ്ചിനീയർ, ഡിസൈൻ എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഹാർഡ്വെയർ എഞ്ചിനീയർ, ഡാറ്റാ സയന്റിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആൻഡ് അൽഗോരിതം. സിസ്റ്റംസ് തിങ്കിങ്, പ്രോഗ്രാമിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സയൻസിലും അപ്ലൈഡ് മാത്തമാറ്റിക്സിലും സയൻസിലും കണക്കിലും നല്ല സ്ട്രോങ് ആണെങ്കിലും മാത്രമേ നിങ്ങൾക്ക് ടെക്നോളജി കോഴ്സിന് പോകാവൂ. ഇനി ഭാവിയിൽ വരാനിരിക്കുന്നത് ഡ്രൈവർലെസ് കാർസ്, ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ, ഫ്ലൈയിങ് ടാക്സീസ്, ഇ കോമേഴ്സ് റോബോട്ട്സ്, സർജിക്കൽ റോബോട്ട്സ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി റോബോട്ട്സ്, ഡ്രോൺസ്, ഇൻഡസ്ട്രിയൽ റോബോട്ട്സ്, സർവീസ് റോബോട്ട്സ്, അഗ്രികൾച്ചർ ആൻഡ് ഡിഫൻസ് സിസ്റ്റം, റോബോട്ട്സ് വിത്ത് AI ബേസ്ഡ് സ്റ്റാർട്ടപ്സ്. ഇതിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോ മൊത്തം തൊഴിൽ മേഖലയിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ കോവിഡിന് മൂലം വരാൻ പോവുകയാണ്. ഈ ഒരു മാറ്റം ലോകത്തെമ്പാടും പ്രകടമാണ്. ഇത് ഒരുപാട് വർഷങ്ങൾ നീണ്ടുനിൽക്കും. ഈ മാറ്റം ടെക്നോളജിയിലേക്കുള്ള വലിയൊരു എക്സ്പ്ലോഷൻ ആണ്. ആ ടെക്നോളജിക്ക് അനുസൃതമായി നമ്മൾ നീങ്ങേണ്ടതുണ്ട്. അത് ഓരോ വ്യവസായ മേഖലയിലായാലും, ഓട്ടോമേഷന്റെയും, ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, ഡിഫൻസ്, സ്പേസ്, ടെലിമെഡിസിൻ, സപ്ലൈ ചെയിൻ, മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, ഡീപ് ലേണിംഗ്, നാഷണൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ഇതിലൊക്കെ ഈ ഒരു ട്രെൻഡ് നമുക്ക് കാണാം. ടെസ്ല ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈവർലെസ് കാർസ് ഇറക്കാൻ പോവുകയാണ്. ടെലിമെഡിസിൻ, ഓട്ടോമൊബൈൽസ്, ഓട്ടോമേഷൻ, ഹോം മെയ്ഡ് ഓട്ടോമേഷൻ. അപ്പോൾ ഇതിലൊക്കെ വലിയ അവസരങ്ങൾ വരുമ്പോൾ മാത്തമാറ്റിക്സിലും കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിനും വലിയ പ്രാധാന്യം വരും. പലരും ചോദിക്കും, എല്ലാ വിദ്യാർത്ഥികളും ബിരുദത്തോടൊപ്പം ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിക്കണം. C+ ആയിക്കോട്ടെ, പൈത്തൺ ആയിക്കോട്ടെ, ജാവ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പഠിക്കണം. പൈത്തൺ ലാംഗ്വേജിനാണ് ഇപ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ളത്. ദേ റിക്വയർ ടെക്നോ സോഷ്യൽ സ്കിൽസ്, ഫണ്ടമെന്റൽ സ്കിൽസ്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ AI, മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ്, ഡാറ്റാ സയൻസ്. എന്തായാലും നിങ്ങൾ ബിരുദ പഠനത്തോടൊപ്പം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം +2 ശേഷം ഡിപ്ലോമ പ്രോഗ്രാമിനോ ഡിഗ്രി പ്രോഗ്രാമിനോ ചേരുമ്പോൾ നിങ്ങൾ ആ പ്രോഗ്രാമിനോടൊപ്പം ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് പഠിക്കണം. IT കമ്പ്യൂട്ടർ സ്കിൽ അത്യന്താപേക്ഷിതമാണ്. അതുപോലെ നന്നായി ഇംഗ്ലീഷിലും മലയാളത്തിലും ആശയവിനിമയം നടത്താനുള്ള ശേഷി നിങ്ങൾ കൈവരിക്കണം. മൂന്നാമത്തെ ഏറ്റവും പതിവായി പത്രം വായിച്ച് പൊതുവിജ്ഞാനം, ജനറൽ നോളജ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കോഴ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ ക്യാമ്പസിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസ് പ്ലേസ്മെന്റ് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അതായത് ക്യാമ്പസ് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ അവസരങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ജോലി കണ്ടെത്തേണ്ടി വരും. ക്യാമ്പസ് പ്ലേസ്മെന്റിന്റെ ആ ഒഴുക്കിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മികച്ച തൊഴിൽ ലഭിക്കും. പക്ഷേ നിങ്ങളുടേതായ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സമയം ഈ ഡിഗ്രി പഠിക്കുന്ന 3, 4, 5 വർഷമാണ്.
ആ പഠന കാലയളവിൽ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പ്രൂവ് ചെയ്തെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മികച്ച തൊഴിൽ മേഖലയിൽ എത്താൻ സാധിക്കൂ. അത് ഫണ്ടമെന്റൽ സ്കിൽസ് ആവാം, ലേണിംഗ് ടു ലേൺ. വേണമെങ്കിൽ വേണ്ടത് നിങ്ങൾ പഠിക്കണം. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കമ്പ്യൂട്ടർ സ്കിൽസ് പഠിക്കണം, ലേണിംഗ് ടു ആസ്ക്, മറ്റുള്ളവരോട് ചോദിച്ച് പഠിക്കണം. അപ്പോൾ പലപ്പോഴും +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോമ്പിനേഷനുകളുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ചിലപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ +2 ഈ കോമ്പിനേഷൻ എടുക്കുമ്പോൾ അവർക്ക് എഞ്ചിനീയറിംഗിനാണ് പോകാൻ താല്പര്യം. നിങ്ങൾ എന്തിനാ ബയോളജി എടുക്കുന്നത്? മാത്തമാറ്റിക്സ് താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ വീണ്ടും മാത്തമാറ്റിക്സ് എടുക്കുന്നത്? അപ്പോൾ സയൻസ് വളരെ ക്രൂഷ്യലായിട്ട് താല്പര്യമുള്ള മേഖലയിൽ എടുക്കണം. അതുപോലെ നിങ്ങൾ കൊമേഴ്സ് സ്ട്രീം കഴിഞ്ഞവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. കൊമേഴ്സ് സ്ട്രീം എടുക്കുന്നതെങ്കിൽ ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, അക്കൗണ്ടൻസി, മാത്തമാറ്റിക്സ് സ്ട്രീം എടുക്കാം. കൊമേഴ്സ് സ്ട്രീം കഴിഞ്ഞാലും അല്ലെങ്കിൽ സയൻസ് ഗ്രൂപ്പ് എടുത്തവർക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രോഗ്രാമിന് പോവാം. ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രോഗ്രാം 3 തലങ്ങളിലായാണ്: CPT, ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ. അതുപോലെ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുക്കാം. ഇനി +2 കഴിഞ്ഞാലോ ഫിസിക്സിലും മാത്തമാറ്റിക്സിലും സ്ട്രോങ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി കോഴ്സ് എടുക്കാവൂ. ബയോളജിയിൽ നല്ല താല്പര്യം ഉണ്ടെങ്കിൽ ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് സയൻസസ്, ലൈഫ് സയൻസസ്, ഹെൽത്ത് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ്, പാരാമെഡിക്കൽ കോഴ്സ് എടുക്കാം. ബയോളജിയിലും മാത്തമാറ്റിക്സിലും താല്പര്യം ഉണ്ടെങ്കിൽ സയൻസോ, ഐസറിലോ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലോ നൈസർ കോഴ്സിനൊക്കെ പഠിക്കാം, സയൻസ് പഠിക്കാം. നമ്മുടെ നാട്ടിൽ യഥേഷ്ടം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ BSc ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, ലൈഫ് സയൻസ്, അതുപോലെ BA എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, അതോ ആന്ത്രോപോളജി, സോഷ്യോളജി, സൈക്കോളജി തുടങ്ങിയ പ്രോഗ്രാമുകളുണ്ട്. അതുപോലെ ഹ്യൂമാനിറ്റി കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്തവർക്കാണെങ്കിൽ നിരവധി BCom കോഴ്സുകളുണ്ട്. BCom ടാക്സേഷൻ ഉണ്ട്, BCom IT ഉണ്ട്, BCom ഒരുപാട് മേഖലയിൽ, BCom ബാങ്കിങ് ഉണ്ട്, BCom ഹോസ്പിറ്റാലിറ്റി ഉണ്ട്, BCom BBA പ്രോഗ്രാമുകൾ ഒരുപാട് തരത്തിലുണ്ട്. ഫൈനാൻസ്, അക്കൗണ്ടിങ്, ബാങ്കിങ്, കൊമേഴ്സ്, ബിസിനസ് സ്റ്റഡീസ് കുട്ടികൾക്ക് എടുക്കാം. നന്നായിട്ട് വരക്കാനും ക്രിയേറ്റീവ് ആംഗിൾ, ക്രിയേറ്റീവ് സ്കിൽസ് ഉണ്ടെങ്കിൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ആർട്ട് ആൻഡ് ഡിസൈൻ പ്രോഗ്രാം എടുക്കാം. നന്നായിട്ട് എഴുതാനും വായിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ജേർണലിസം, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കോഴ്സ് എടുക്കാം, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കോഴ്സ് എടുക്കാം. ബയോളജി റിലേറ്റഡ് കോഴ്സുകൾ എടുത്താൽ നിങ്ങൾക്ക് ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്ക് പഠിക്കാം. ടെക്നോളജി എഞ്ചിനീയറിംഗ് കോഴ്സ്, അതുപോലെ BSMS ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം, സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, ഏതിലെങ്കിലും സേവന മേഖലയിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏത് കോഴ്സ് എടുത്താലും മതി. സിവിൽ സർവീസസ് പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് ഏത് കോഴ്സ് എടുത്താലും മതി. ക്രിയേറ്റിവിറ്റി, ആർട്ട് ആൻഡ് ഡിസൈൻ, ഫൈനാൻസ്, മ്യൂസിക്, ഡാൻസ്, ഇതൊക്കെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് എടുക്കാം. ഇനി കണക്കിൽ ഉന്നത പഠനം ചെയ്യണമെങ്കിൽ ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, രാജ്യത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അവിടെയൊക്കെ പഠിക്കാം. ഭാഷാ നൈപുണ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയിലും മറ്റു ഭാഷയിലോ നിങ്ങൾക്ക് ബിരുദ പ്രോഗ്രാം ചേരാം. കമ്പ്യൂട്ടർ സയൻസ്, IT, മൾട്ടിമീഡിയ, കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാം. ഇനി വൊക്കേഷണൽ വിഷയങ്ങളിൽ താല്പര്യം ഉണ്ടാവും. അഗ്രികൾച്ചർ, വെറ്ററിനറി സയൻസ്, ഫിഷറീസ്, ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി കോഴ്സുകൾക്ക് +2 കഴിഞ്ഞ് നിങ്ങൾക്ക് ഡയറി, അഗ്രി എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട അഗ്രി എഞ്ചിനീയറിംഗ്, ഡയറി ടെക്നോളജി കോഴ്സുകൾക്ക് നിങ്ങൾക്ക് കീം പ്രവേശന പരീക്ഷയിലൂടെയും, ഇനി മറ്റുള്ള അഗ്രികൾച്ചർ, വെറ്ററിനറി സയൻസ്, ഫോറസ്ട്രി, ഫിഷറീസ്, BDS, ആയുർവേദ, ഇതൊക്കെ നീറ്റ് പരീക്ഷയിൽ നിന്നാണ് സെലക്ഷൻ വരുന്നത്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ കോഴ്സുകൾക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതുപോലെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ സയൻസ്, വൊക്കേഷണൽ സ്ട്രീമിൽ താല്പര്യമുണ്ടെങ്കിൽ ഏതാണ്ട് ഇപ്പോഴും വൊക്കേഷണൽ സ്ട്രീം കേരളത്തിൽ ഒരുപാട് റിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ വൊക്കേഷണൽ NSDCയുടെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ NSQF നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിനനുസരിച്ച് ഒരുപാട് ജോബ് റോഡ്സ് അതിലുണ്ട്. ഇപ്പൊ താല്പര്യമുള്ളവർക്ക് വൊക്കേഷണൽ സ്ട്രീം അഗ്രികൾച്ചർ ആവാം, ഡയറി സയൻസ് ആവാം, ഡയറി ടെക്നോളജി ആവാം, ആനിമൽ ഹസ്ബൻഡറി ആവാം, കമ്പ്യൂട്ടർ ടെക്നോളജി ആവാം, മൾട്ടിമീഡിയ കോഴ്സ് ആവാം, ഹോസ്പിറ്റാലിറ്റി, ഇങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് ഡു ഐ വാണ്ട് ഫോർ മൈസെൽഫ്? എനിക്ക് എങ്ങനെയുള്ള ജീവിതമാണ് വേണ്ടത്? വീണ്ടും നിങ്ങൾ ഒരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക, വാട്ട് ചോയ്സസ് വിൽ ക്രിയേറ്റ് ദിസ് കൈൻഡ് ഓഫ് ലൈഫ്? ഇതിന് ഞാൻ ഏത് കോഴ്സാണ് എടുക്കേണ്ടത്? അവിടെയാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ കഴിവും നിങ്ങളുടെ മനോഭാവവും നിങ്ങളുടെ ലക്ഷ്യവും ഇണങ്ങിയ രീതിയിലുള്ള കോഴ്സ് എടുക്കാനായിരിക്കണം നിങ്ങൾ എല്ലാവരും താല്പര്യപ്പെടേണ്ടത്. ഒരുപാട് കോഴ്സുകളുണ്ട്. എഞ്ചിനീയറിംഗിനാണ് താല്പര്യമെങ്കിൽ യഥേഷ്ട എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. പ്രവേശന പരീക്ഷയിലൂടെ അഡ്മിഷൻ നേടാം. പക്ഷേ ഫിസിക്സും മാത്തമാറ്റിക്സും സ്ട്രോങ് ആയിരിക്കണം. മെഡിക്കൽ കോഴ്സ് ആണെങ്കിൽ നീറ്റ് പരീക്ഷ എഴുതണം. നീറ്റ് സെപ്റ്റംബർ 12-ാം തീയതി നടക്കാൻ പോവുകയാണ്. പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഫിസിയോതെറാപ്പി, ഒപ്റ്റോമെട്രി, BSc നഴ്സിംഗ്, BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഓഡിയോളജി, സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി, അനസ്തീഷ്യ ടെക്നോളജി, ഇമേജിംഗ് ടെക്നോളജി തുടങ്ങിയ ഒരുപാട് കോഴ്സുകളുണ്ട്. അഗ്രികൾച്ചർ കോഴ്സുകൾ, BSc അഗ്രികൾച്ചർ, അതുപോലെ BSc ഫോറസ്ട്രി, BSc ഹോർട്ടിക്കൾച്ചർ കോഴ്സുകളുണ്ട്. വെറ്ററിനറി സയൻസ്, ബാച്ചിലർ ഇൻ വെറ്ററിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, ഡയറി സയൻസ്, BTech ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി, ഫിഷറീസ്, ബാച്ചിലർ ഇൻ ഫിഷറീസ് സയൻസ്. ഐസറിലെ ഞാൻ നേരത്തെ പറഞ്ഞ BSMS പ്രോഗ്രാം.
ഇനി ജോയിന്റ് എഞ്ചിനീയറിംഗ് മെയിൻ എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് അഡ്വാൻസ് സ്കോർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് വലിയ മലയിലുള്ള ഐസാറ്റിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്പേസ് സയൻസിലും ഏവിയോണിക്സിലോ ബിടെക് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാം. IIM ഇൻഡോർ, IIM രോഹ്തക്കിലും നിങ്ങൾക്ക് ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാം. കേരള കാർഷിക സർവകലാശാലയിൽ ക്ലൈമറ്റോളജിയിലും ബയോടെക്നോളജിയിലുള്ള കോഴ്സുകളുണ്ട്. ഇനി നാഷണൽ ഡിഫൻസ് അക്കാദമി, ആർമി, നേവി, എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്കുള്ള യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയ്ക്ക് എഴുതാം. സയൻസ് വിദ്യാർത്ഥികൾക്ക് എയർഫോഴ്സ്, നേവിയിലേക്കും ആർമിയിലേക്കും പോവാം. പക്ഷേ ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് ആർമിയിലേക്കാണ്. പക്ഷേ ഹ്യൂമാനിറ്റീസ് എന്തെന്ന് വെച്ചാൽ ആർമിയിലേക്ക് പോകണമെങ്കിൽ മാത്തമാറ്റിക്സിന്റെ ആവശ്യമില്ല. പൈലറ്റ് ആയിട്ട് നിങ്ങൾക്ക് കമേഴ്ഷ്യൽ പൈലറ്റ് ആവാനാണ് താല്പര്യമെങ്കിലോ ഫ്ലൈയിങ് സ്കൂളിൽ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാം. 3 തലങ്ങളിലുള്ള സെലക്ഷൻ പ്രോസസ് ഉണ്ട്. 100 മണിക്കൂർ വിമാനം പറപ്പിക്കാനുള്ള ലൈസൻസ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കമേഴ്ഷ്യൽ പൈലറ്റ് ആവാൻ പറ്റുകയുള്ളൂ. ഇനി ഡെവലപ്മെന്റൽ സയൻസ്, എല്ലാ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളും എക്കണോമിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ഇതൊക്കെ ചേർന്നുള്ള ഡെവലപ്മെന്റൽ സയൻസിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഇത്തരം ഹ്യൂമാനിറ്റീസ് പ്രോഗ്രാമുകൾ, എക്കണോമിക്സ്, ഹിസ്റ്ററി, സോഷ്യൽ സയൻസ് പ്രോഗ്രാമുകളുണ്ട്. IIT മദ്രാസിന്റെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് കോഴ്സുകളുണ്ട്. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ കോഴ്സ്, അതായത് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് പ്രധാനപ്പെട്ട മേഖലയാണ്. ഫാഷൻ ടെക്നോളജി, മാരിടൈം കോഴ്സസ്, ഇന്ത്യ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ മർച്ചന്റ് നേവിയുമായിട്ട് ബന്ധപ്പെട്ട മാരിടൈം എഞ്ചിനീയറിംഗ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മറൈൻ എഞ്ചിനീയറിംഗ്, ഇതൊക്കെ മികച്ച കോഴ്സുകളാണ്. ഏത് +2 കഴിഞ്ഞവർക്ക് അനാലിറ്റിക്സ് കോഴ്സ് പഠിക്കാം. ഇ-കോമേഴ്സിന് വലിയ സാധ്യതയുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിങ്ങൾക്ക് BSMS പ്രോഗ്രാമിന് പഠിക്കാം. ഇനി കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്തവർക്കാണെങ്കിലോ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രോഗ്രാം, ഫിനാൻഷ്യൽ അനലിസ്റ്റ് പ്രോഗ്രാം, ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക വിശകലനം നടത്തുന്ന ആക്ച്വറിയൽ സയൻസ്, ഇതിനൊക്കെ പോകാം. പെട്രോളിയം എഞ്ചിനീയറിംഗിന് വലിയ പ്രാധാന്യമുണ്ട്. ഇംഗ്ലീഷിന് വിദേശ ഭാഷയ്ക്ക് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, EFL യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷിന് വിദേശ ഭാഷയ്ക്കും പ്രാധാന്യമുണ്ട്. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിന് പ്രധാനമായിട്ട് നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ IT, ഇതിലൊക്കെ നിരവധി കോഴ്സുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ നിങ്ങൾ തീരുമാനിക്കേണ്ടത് രാജ്യത്തിനകത്ത് തന്നെ പഠിക്കാനാണോ താല്പര്യം, അല്ല വിദേശത്ത് പോകാനാണോ? വിദേശത്ത് പോകുമ്പോൾ +2 കഴിഞ്ഞ് പോകാനാണോ താല്പര്യം, അല്ല ഡിഗ്രിക്ക് അപ്പുറം വിദേശത്തെ എല്ലാ രാജ്യങ്ങളിലും അമേരിക്ക, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ ഒരുപാട് സാധ്യതകളുണ്ട്. വിദേശത്ത് മെഡിസിൻ പഠിക്കാൻ +2 കഴിഞ്ഞ് സാറ്റ് പരീക്ഷയും എഴുതി, അതുപോലെ ഇംഗ്ലീഷ് പ്രാവീണ്യ പരീക്ഷ എഴുതി ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ പോകാം. നീറ്റ് പരീക്ഷ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ യുക്രൈൻ, ജോർജിയ, റഷ്യ, ചൈന എന്നിവിടങ്ങളിൽ മെഡിസിൻ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചറിന് പ്രാധാന്യം വരുന്നു. കോവിഡുമായിട്ട് ബന്ധപ്പെട്ട വാക്സിൻ ടെക്നോളജി, മൈക്രോബയോളജി, വൈറോളജി, ഇത്തരം കോഴ്സുകൾക്കും പാരാമെഡിക്കൽ സയൻസിനൊക്കെ പ്രാധാന്യമുണ്ട്. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ കോഴ്സ്, നോൺ പ്രൊഫഷണൽ കോഴ്സ്, ന്യൂ ജനറേഷൻ കോഴ്സ്, ഇനിയല്ല സോഷ്യൽ സയൻസ്, ഇനി ചില ഇന്റഗ്രേറ്റഡ് കോഴ്സുകളുണ്ട്. +2 കഴിഞ്ഞ് നേരിട്ട് 5 വർഷം കൊണ്ട് MA-ക്ക് പഠിക്കാവുന്ന, അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് MBA-ക്ക് പഠിക്കാവുന്ന, അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് MSc-ക്ക് പഠിക്കാവുന്ന ഇന്റഗ്രേറ്റഡ് MSc ഇൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനിണങ്ങിയ കോഴ്സ് എടുക്കാം. ചിലർക്ക് ഡിഗ്രി കഴിഞ്ഞ ഉടനെ തൊഴിലിലേക്ക് കയറാൻ താല്പര്യമുണ്ട്. അപ്പൊ ഡിഗ്രിയോടൊപ്പം തന്നെ നിങ്ങൾ പ്രവേശന പരീക്ഷകൾക്കും PSC, UPSC-യുടെയും കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം. ചിലർക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ എഴുതാൻ താല്പര്യം ഉണ്ടാവും. അതിനുള്ള തയ്യാറെടുപ്പും ഡിഗ്രി പഠനത്തോടൊപ്പം ചെയ്യണം. ചിലർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗേറ്റ് പരീക്ഷ എഴുതി രാജ്യത്തെ IIT-കളിൽ M.Tech-ന് പഠിക്കാൻ താല്പര്യം ഉണ്ടാവും. ആ കാര്യവും നിങ്ങൾ ചെയ്യണം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം, ബിരുദത്തിന് ശേഷം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കുന്ന കോഴ്സുകൾ. ആ ബിരുദ കാലയളവ് വളരെ ചിട്ടയോടുകൂടി, വളരെ ശ്രമകരമായി, വളരെ ആത്മാർത്ഥതയോട് നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മികച്ച സ്കിൽ കൈവരിക്കാൻ സാധിക്കും. ഡിഗ്രി പൂർത്തിയാക്കുന്നതോടൊപ്പം മികച്ച തൊഴിൽ മേഖലയിലേക്കോ ഉപരിപഠന മേഖലയിലേക്കോ രാജ്യത്തിനകത്തോ വിദേശത്തോ നിങ്ങൾക്ക് പോകാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് പ്രവേശന പരീക്ഷകളുണ്ട്. എഞ്ചിനീയറിംഗിനാണെങ്കിൽ കീം, JEE മെയിൻ ക്ലിയർ ചെയ്ത JEE അഡ്വാൻസ്, അതുപോലെ തന്നെ നിരവധി ഡീംഡ് സർവകലാശാലകൾ, VIT, മണിപ്പാൽ, അമൃത, ഇവരുടെയൊക്കെ ഒരുപാട് കോഴ്സ്, ഒരുപാട് പ്രവേശന പരീക്ഷകൾ. മെഡിക്കലിനാണെങ്കിൽ ഒറ്റ പരീക്ഷയേ ഉള്ളൂ, അതായത് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, നീറ്റ് പരീക്ഷയാണ്. നീറ്റ് പരീക്ഷയാണെങ്കിൽ നീറ്റ് പരീക്ഷയിൽ പകുതി 720-ൽ 360 മാർക്കും ബയോളജിയാണ്. ബാക്കി മാർക്ക് ഏതാണ്ട് 180 മാർക്ക് ഫിസിക്സും കെമിസ്ട്രിയാണ്. അപ്പൊ ബയോളജിയാണ് നീറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം തീരുമാനിക്കുന്ന ഒരു ഘടകം. ഈ വർഷം നീറ്റിലെ B പാർട്ടിൽ നിങ്ങൾക്ക് 15 ഓരോ വിഷയത്തുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അഗ്രികൾച്ചർ, വെറ്റിനറി സയൻസ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിന് IIT-യുടെ പരീക്ഷയുണ്ട്.
ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷയുണ്ട്. ഫാഷൻ ടെക്നോളജിക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ പരീക്ഷയുണ്ട്. ആർക്കിടെക്ചറിന് നാറ്റായി ഉണ്ട്, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ എന്നൊരു പരീക്ഷയുണ്ട്. അല്ലെങ്കിൽ JEE മെയിൻ്റെ സെക്കൻഡ് പേപ്പർ എഴുതാം. ഡിസൈനിന് നിരവധി കോഴ്സുകൾ, ബാച്ചിലർ ആൻഡ് ഡിസൈൻ പ്രോഗ്രാം, NIFT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, അതുപോലെ IITയുടെ UCയുടെ പരീക്ഷയുണ്ട്. നിയമം പഠിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തെ ലോ കോളേജുകളിലെ പ്രവേശന പരീക്ഷയുണ്ട്. അതുപോലെ തന്നെ ക്ലാറ്റ്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്, ദേശീയ നിയമ സർവകലാശാലകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. അവിടെ ക്ലാറ്റ് എന്നൊരു പരീക്ഷയാണ്. കേരളത്തിൽ രാജ്യത്ത് 17 നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. കേരളത്തിൽ അത് കൊച്ചിയിലാണല്ലോ, ന്യൂവാൽസ് നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്. അവിടെ BA LLB, BBA LLB, BCom LLB, BSc LLB ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉണ്ട്. മാനേജ്മെന്റ് സയൻസ്, ബിസ് പിലാനിയുടെ പ്രവേശന പരീക്ഷയുണ്ട്. പൈലറ്റ് ആവാൻ പ്രവേശന പരീക്ഷയുണ്ട്. റെയിൽവേയിൽ നിരവധി പ്രവേശന പരീക്ഷ, JEE മെയിൻ്റെ അടിസ്ഥാനത്തിലും റെയിൽവേയിലെ BTechഉം അതുപോലെ BScയും BBA പ്രോഗ്രാമുകളുണ്ട്. അതുപോലെ ഇന്റഗ്രേറ്റഡ് PG പ്രോഗ്രാം ഫാർമസിക്ക് ഈ പരീക്ഷയുടെ ആദ്യത്തെ ദിവസത്തെ ഫസ്റ്റ് പേപ്പർ കെമിസ്ട്രിയും ഫിസിക്സും നിങ്ങൾ എഴുതേണ്ടതുണ്ട്. നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ താല്പര്യം എന്താണ്. അതിനനുസരിച്ചുള്ള പ്രവേശന പരീക്ഷ നിങ്ങൾക്ക് മുൻഗണനാക്രമം കാണണം. നന്നായി ഹോംവർക്ക് ചെയ്യണം, നന്നായി പ്രിപ്പയർ ചെയ്യണം, നന്നായി തയ്യാറെടുക്കണം. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ നന്നായിരിക്കണം, നന്നായി ബേസിക്സ് മനസ്സിലാക്കണം. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടായിരിക്കണം, യു ഹാവ് ടു ഗിവ് പ്രയോറിറ്റി ടു ദ ഫസ്റ്റ് 3 ചോയ്സസ്. മൂന്ന് കാര്യം, ഈ കോഴ്സ് കിട്ടിയില്ലെങ്കിൽ ഏത്, അത് കിട്ടിയില്ലെങ്കിൽ ഏത്, അങ്ങനെ 3 ചോയ്സ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്താണ് വിചാരിക്കുന്നത്, താല്പര്യപ്പെട്ട കോഴ്സിൽ MBBS കിട്ടിയില്ലെങ്കിൽ BDS കിട്ടിയില്ലെങ്കിൽ അഗ്രികൾച്ചർ, അങ്ങനെ ഏതൊക്കെ കോഴ്സാണോ നിങ്ങളുടെ താല്പര്യത്തിനിണങ്ങിയ രീതിയിൽ 3ഓ 4ഓ കോഴ്സ് മുൻഗണനാ ക്രമത്തിൽ കണ്ടുവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എത്തുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഇനി ഭാവിയിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എഞ്ചിനീയറിംഗ് ഡിഗ്രി, ലൈഫ് സയൻസ്, മെഡിക്കൽ, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ഡിഗ്രീസ്, കമ്പ്യൂട്ടർ സയൻസ്, ഡിസൈൻ, ഫാഷൻ, ലോ, ബിസിനസ്, സോഷ്യൽ സയൻസ്, ഹോസ്പിറ്റാലിറ്റി, ഇതിലൊക്കെ വലിയ ഊന്നൽ കൊടുത്തിട്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ വരാനിരിക്കുകയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മൾട്ടിമീഡിയ, 3D ആനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സ്, ഹോട്ടൽ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ്, health information technology, big data analytics, health analytics, blockchain technology, data management, cyber security, artificial intelligence, machine learning, IoT, ഇതിലൊക്കെ കൂടുതൽ അവസരങ്ങളാണ് വരാനിരിക്കുന്നത്. ന്യൂട്രീഷൻ, ഡയറ്ററ്റിക്സ്, ബയോമെഡിക്കൽ സയൻസ്, ഫുഡ് ടെക്നോളജി, ഹോട്ടൽ മാനേജ്മെന്റ്, കുലിനറി ആർട്സ്, ഫുഡ് ടെക്നോളജി, പൾമണോളജി, ഇതൊക്കെ വലിയ വളർച്ച കൈവരിക്കും. അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ്, ആർട്ട് ആൻഡ് ഡിസൈൻ, ആർക്കിടെക്ചർ, ലോ, എക്കണോമിക്സ് ആൻഡ് എക്കണോമെട്രിക്സ്, medicine, business and management studies, engineering and technology, computer science and information systems, chemical engineering or environmental engineering, civil and structural engineering, architecture or design, electrical and electronics, mechanical, automobile, energy, automation, robotics, mineral and mining engineering, petroleum engineering, biomedical engineering. Computer science, video games, multimedia degrees, business information systems, IT security degree, data science degree, data analytics, networking, graphic designer, design degree കഴിഞ്ഞാൽ നിങ്ങൾക്ക് graphic designer ആവാം, copy writer ആവാം, visual artist, advertising editor, design engineer, business law, corporate law. നിയമത്തിലാണെങ്കിൽ ഒരുപാട് ക്രിമിനൽ സിവിലിനപ്പുറം നമ്മൾ അറിയേണ്ടത് ബിസിനസ് ലോ, കോർപ്പറേറ്റ് ലോ, പാറ്റന്റ് ലോ, ഫാമിലി ലോ, ഫുഡ് ലോ, കൺസ്യൂമർ ലോ ആൻഡ് ഇന്റഗ്രേറ്റഡ് ലോ പ്രോഗ്രാംസ്. ബിസിനസ് സ്റ്റഡീസിലാണെങ്കിലോ മാനേജ്മെന്റ്, ബിസിനസ് അനാലിറ്റിക്സ്, ഫിൻടെക്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ഇന്റർനാഷണൽ ബിസിനസ്, ഇ-കോമേഴ്സ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററി, കൾച്ചർ, പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്, എക്കണോമിക്സ്, ഇന്റർനാഷണൽ റിലേഷൻസ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ, ഡെവലപ്മെന്റ് സയൻസ്, സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രോപോളജി ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. സിവിൽ സർവീസസ് താല്പര്യമുള്ളവർക്ക് ഇത്തരം കോഴ്സുകൾ വളരെ യോജിച്ചതാണ്. ലൈഫ് സയൻസിലാണെങ്കിലോ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട വൈറോളജി, എപ്പിഡമോളജി, പബ്ലിക് ഹെൽത്ത്, ടോക്സിക്കോളജി, മൈക്രോബയോളജി, നഴ്സിംഗ്, ബയോമെഡിക്കൽ സയൻസ്, ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ്, ബയോഇൻഫോർമാറ്റിക്സ്, then drug and vaccine development, food and nutrition, dietetics. Software as service ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. IT security, intelligent process automation, ഇതിലൊക്കെ banking and capital markets, healthcare, information services, manufacturing, media and entertainment, transportation and logistics, travel and hospitality and utilities. So പുതിയ കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ ഡാറ്റാ സയൻസ്, സസ്റ്റൈനബിൾ ടെക്നോളജീസ്, ആക്ച്വറിയൽ സയൻസ്, അക്കൗണ്ടിംഗ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, അനലിറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്,
health genetics, automobile design, art and design, food technology, footwear design, construction management, prefab technology, and drug design, urban planning, urban infrastructure, cyber security, vaccine development, pharmacokinetics, bioinformatics, biomedical science, bioengineering, culinary arts, audiology and speech language therapy, physiotherapy, fashion technology, nutrition and dietetics, environmental engineering, e-commerce, business economics, business and fashion, nursing. ഇതിലൊക്കെ അവസരങ്ങളുണ്ട്. വിദേശ പഠനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ വിദേശത്ത് പഠിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന അമേരിക്ക, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങൾ കൂടുതൽ അവസരങ്ങളുണ്ട്. കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളിലുമുണ്ട്. +2 കഴിഞ്ഞവർക്ക് വിദേശത്ത് പോകണമെങ്കിൽ സാറ്റ് സ്കോളാർഷിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇംഗ്ലീഷ് പ്രാവീണ്യ പരീക്ഷയായ അമേരിക്കയിൽ ടോഫിലും മറ്റ് രാജ്യങ്ങളിൽ IELTS ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം എന്ന പരീക്ഷ എഴുതണം. ഏതൊക്കെ രാജ്യങ്ങളിലാണ് സാധ്യതയുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ കാനഡ, USA, UK, EU, ഓസ്ട്രേലിയ, യൂറോപ്യൻ യൂണിയൻ, സിംഗപ്പൂർ, ഇവിടെയും സാധ്യതകളുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അവസരങ്ങളുടെ ഒരു വാതായനം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ലക്ഷക്കണക്കിന് തൊഴിലുകൾ, അതായത് ഇന്നത്തെ നിങ്ങളുടെ ബ്രോഷറിൽ, നിങ്ങളുടെ പോസ്റ്ററിൽ ഉപരിപഠനം ലഹരിയാക്കാം എന്ന പോലെ എത്രയെത്ര കോഴ്സുകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ആ കോഴ്സിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു കോഴ്സാണ്. നിങ്ങൾക്ക് വേണ്ടത് ഒരു തൊഴിൽ മേഖലയാണ്. ആ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ആ ഒരു തീരുമാനം വളരെ ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധയോടെ, വളരെ കാൽക്കുലേഷനോട് കൂടി ആ തീരുമാനം എടുക്കണം. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളെ കുറിച്ച് ആലോചിക്കേ വേണ്ട, അതങ്ങ് ഒഴിവാക്കൂ. താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രം തിരഞ്ഞെടുക്കൂ. ആ നിങ്ങളുടെ ചോയ്സ് നാരോ ഡൗൺ ചെയ്യാനുള്ള ഒരു കഴിവാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് നിങ്ങളുടെ രക്ഷിതാക്കളുമായിട്ട്, നിങ്ങളുടെ അധ്യാപകരുമായിട്ട് നിങ്ങൾ സംസാരിക്കണം. നിങ്ങളുടെ താല്പര്യത്തിനിണങ്ങിയ കോഴ്സ് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കണം. ആ പഠനത്തോടൊപ്പം തന്നെ മികച്ച സ്കില്ലുകൾ കൈവരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ആശയവിനിമയം നടത്താനും, ഇംഗ്ലീഷ് പ്രാവീണ്യം മെച്ചപ്പെടുത്താനും, ഭാഷാ നൈപുണ്യം മെച്ചപ്പെടുത്താനും, അതോടൊപ്പം തന്നെ പൊതുവിജ്ഞാനം മെച്ചപ്പെടുത്താനും, IT സ്കില്ലും, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തൊഴിലിന് വേണ്ടി നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടേണ്ടി വരില്ല. തൊഴിൽ ലഭിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഈ ഒരു രീതിയിലുള്ള ഒരു പഠന ശൃംഖല അനുവർത്തിച്ചുകൊണ്ട് ജീവിതത്തിൽ മികച്ച വിജയം കൈവരിക്കാനും ഒരുപക്ഷെ മികച്ച ഉപരിപഠന മേഖല കണ്ടെത്താനും കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭാവി വളരെ സുനിശ്ചിതമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മികച്ച കോഴ്സുകളും മികവുറ്റ തൊഴിലുകളും ലഭിക്കാൻ ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനൊരു വേദി ഒരുക്കിയ വിമുക്തി മിഷനോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുടെ ചോദിക്കാം. നന്ദി, നമസ്കാരം. സർ, താങ്ക് യു സർ. സർ വളരെ വിശദമായിട്ട് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തു. സർ, നമ്മളുടെ രക്ഷകർത്താവായ ശ്രീ സഞ്ജു ഒരു സംശയം ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ സഞ്ജു. ഗുഡ് ഈവനിങ് സർ. സർ, ഈ ഫോറസ്ട്രി സയൻസ് കേരളത്തിൽ എവിടെയൊക്കെ പഠിക്കാൻ പറ്റും? ഫോറസ്ട്രി സയൻസ്, ബാച്ചിലർ ഇൻ ഫോറസ്ട്രി സയൻസ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശ്ശൂരിൽ വെള്ളാനിക്കരയിലുള്ള കോളേജ് ഓഫ് ഫോറസ്ട്രിയിലാണുള്ളത്. അവിടുത്തെ സെലക്ഷൻ നീറ്റ് പരീക്ഷയുടെ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ്. സർ, അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്? ഫോറസ്ട്രി സയൻസ് കഴിഞ്ഞവർ ഇപ്പോൾ കൂടുതലായിട്ട് പല മേഖലയിലും, അതായത് ഫോറസ്റ്റ് റേഞ്ചർ ആവുന്നു, അവർ ബിരുദാനന്തര പഠനം പൂർത്തിയാക്കി യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവുന്നു. അതുപോലെ തന്നെ അമേരിക്കയിലും കാനഡയിലും മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഗവേഷണം ചെയ്യുന്നു, മറ്റ് ശാസ്ത്രജ്ഞരാകുന്നു. ഒരുപാട് സാധ്യതകൾ ഫോറസ്ട്രിക്കുണ്ട്. പിന്നെ സാർ, ഒരു അഗ്രി ടെക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിൽ എന്തൊക്കെ വരും? അഗ്രി ടെക്കിൽ പ്രധാനമായും അഗ്രി അനാലിറ്റിക്സ് ആണ് ഏറ്റവും പ്രാധാന്യം. അഗ്രി അനാലിറ്റിക്സ്, അഗ്രികൾച്ചറും IT ചേർന്നുള്ള അഗ്രി അനാലിറ്റിക്സ് പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ, അഗ്രി ബിസിനസ് മാനേജ്മെന്റ് ഒരു പ്രധാനപ്പെട്ട സെക്ടറാണ്. പ്രിസിഷൻ ഫാമിംഗ്, അതുപോലെ തന്നെ ഡ്രോൺ ടെക്നോളജി, അതുപോലെ തന്നെ അഗ്രി എഞ്ചിനീയറിംഗ്, അതുപോലെ ഫുഡ് എഞ്ചിനീയറിംഗ്, ഡയറി സയൻസ് എഞ്ചിനീയറിംഗ്, ഡയറി ടെക്നോളജി, ഇതൊക്കെ പ്രധാനപ്പെട്ട മേഖലകളാണ്. ഓക്കേ സർ, താങ്ക് യു. അടുത്തതായി സ്റ്റുഡന്റ് ശ്രീ നിതി RS ക്ഷണിച്ചുകൊള്ളുന്നു ചോദ്യം ചോദിക്കുന്നതിനായിട്ട്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഫാഷൻ ഡിസൈനിങ്ങിനെ പറ്റി ഒന്ന് പറയാമോ സർ? ഫാഷൻ ഡിസൈനിങ്, ആർട്ട് ആൻഡ് ഡിസൈൻ, ഫാഷൻ ഡിസൈനിങ് വളരെ സാധ്യതയുള്ള കോഴ്സാണ്. ദേശീയ തലത്തിൽ തന്നെ ഒരുപാട് ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. കേരളത്തിൽ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ഉണ്ട്. അവിടെ
കണ്ണൂരാണുള്ളത്. അവിടെ ബാച്ചിലർ ഓഫ് ഡിസൈൻ, ഫാഷൻ ഡിസൈൻ, അപ്പാരൽ ഡിസൈൻ, നിറ്റ്വെയർ ഡിസൈൻ, പ്രൊഡക്റ്റ്, അങ്ങനെ നിരവധി പ്രോഗ്രാമുകളുണ്ട്. ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ്റെ അഹമ്മദാബാദും ബാംഗ്ലൂരിലും ഉണ്ട് ബിഡെസ് പ്രോഗ്രാമുകളുണ്ട്. അതുപോലെ IITയുടെ കീഴിൽ USEED എന്നൊരു പ്രവേശന പരീക്ഷയിലൂടെ നിങ്ങൾക്ക് ബിഡെസ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാം. ഇത് പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഫാഷൻ ഡിസൈൻ പ്രോഗ്രാമിന് അഡ്മിഷൻ നൽകുന്നത്. സ്വകാര്യ മേഖലയിലും പേൾ അക്കാഡമി പോലുള്ള നിരവധി സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ MIT പൂനെയിലും ഫാഷൻ ഡിസൈനിങ് പ്രോഗ്രാമുകളുണ്ട്. താങ്ക് യു സർ. ഓക്കെ, അടുത്തതായി CS നന്ദനെ ക്ഷണിച്ചുകൊള്ളുന്നു സാറിനോട് ചോദിക്കുന്നതിനായിട്ട്. Good evening, sir. ഗുഡ് ഈവനിങ്. ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യൂ. നിങ്ങൾ എല്ലാവരും ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നവരല്ലേ? ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യൂ. Sir, I have completed my 12th and I wish to take English literature for my UG. Okay. So my question is, sir, what are the benefits I get from choosing English literature for my degree course? What is the? What are the benefits I get from Okay. choosing? ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വളരെ സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞാൽ ഏത് മേഖലയിലേക്കും ബിരുദാനന്തര സെക്ടറിലേക്ക് പോവാം. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞ് നിങ്ങൾക്ക് സിവിൽ സർവീസസ് പരീക്ഷ എഴുതാം. ബിരുദാനന്തര പഠനവും ഡോക്ടർ പൂർത്തിയാക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് അധ്യാപകരാകാം, കോളേജ് യൂണിവേഴ്സിറ്റി തലത്തിൽ അധ്യാപകരാകാം. അത് കഴിഞ്ഞ് IT സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട അനലിറ്റിക്സോ മറ്റു മേഖലയായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് ഡെവലപ്പർ, കോപ്പി എഡിറ്റർ സെക്ടറിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ജേർണലിസത്തിന് പോകാം. ഒരുപാട് മേഖലകളിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. Okay, sir. Thank you. അടുത്തതായി അശ്വിൻ A. നാഥിനെ ക്ഷണിച്ചോളൂ. അശ്വിൻ A. നാഥ്. Namaste, sir. Good evening. Good evening. I am Ashwin A. Nath and I am studying in St. Mary's Central School, Central School, and I am in 3rd grade. I like to ask you that after completing the 3rd grade, which all courses can be taken in the medical field other than getting MBBS degree, getting an MBBS degree, and which all places are these courses available? MBBS ഡിഗ്രി ഒഴിച്ച് ബാക്കിയുള്ള കോഴ്സുകളെ കുറിച്ച് പറയുമ്പോൾ BDS, BAMS, ബാച്ചിലർ ഇൻ ആയുർവേദിക് മെഡിക്കൽ സർജറി, ബാച്ചിലർ ഇൻ ഡെന്റൽ സർജറി ആണ് BDS. Then BSM, BHMS, ബാച്ചിലർ ഇൻ ഹോമിയോപ്പതിക് മെഡിക്കൽ സർജറി, BUMS, യുനാനി മെഡിക്കൽ സയൻസ്, then സിദ്ധ മെഡിക്കൽ സയൻസ്, BSMS. അതുപോലെ തന്നെ BSc അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, ബാച്ചിലർ ഇൻ വെറ്ററിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, അതുപോലെ തന്നെ ഫിഷറീസ് സയൻസ് കോഴ്സുകൾ എടുക്കാം. പിന്നെ നിരവധി പാരാമെഡിക്കൽ പ്രോഗ്രാമുകൾ +2 പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പി, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി, ഒപ്റ്റോമെട്രി, BSc നഴ്സിംഗ്, BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി തുടങ്ങിയ ഒരുപാട് പ്രോഗ്രാമുകൾ. Thank you, ഓക്കെ, sir. നെക്സ്റ്റ്. അടുത്തതായി ഗൗരി നന്ദനെ ക്ഷണിച്ചുകൊള്ളുന്നു സാറിനോട് ചോദ്യം ചോദിക്കാനായിട്ട്. ഗൗരി നന്ദന് ഉണ്ടോ? ഗൗരി നന്ദന ഇല്ലെങ്കിൽ പാർവതി P. നായറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മൈക്ക് ഓൺ ആയില്ല പെട്ടെന്ന്. ചോദിച്ചോ. സാർ, ഞാൻ ഗൗരി നന്ദന. ഞാൻ മലപ്പുറത്തെ വെള്ളിയഞ്ചേരി ASM HSS സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ സാറിനോട് ചോദിക്കാനുള്ള ചോദ്യം എന്താന്ന് വെച്ചാൽ, സാറിന്റെ ഇത്രയും കൊല്ലത്തെ വർക്ക് എക്സ്പീരിയൻസിൽ സാറിന് ഏറ്റവും കൂടുതൽ ടഫായി തോന്നിയിട്ടുള്ള ഒരു പീരീഡ് എന്തായിരുന്നു? വളരെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു പീരീഡ് എന്താണെന്ന് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെപ്പോലുള്ള കുട്ടികളെ കൊണ്ട് പത്രം വായിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. പൊതുവിജ്ഞാനം നിങ്ങളിൽ വളരെ കുറവഞ്ഞു വരികയാണ്. ഈ വരുന്ന തലമുറയിൽ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിദ്യാർത്ഥികളിൽ പത്രവായന നിരക്ക് 10% താഴ്ന്നത്രയാണ്. അപ്പൊ എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയി തോന്നിയ 2 കാര്യങ്ങൾ, ഒന്ന് കുട്ടികളിലെ പൊതുവിജ്ഞാനം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഭാഷാ നൈപുണ്യവും ഇംഗ്ലീഷ് പ്രാവീണ്യവും മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ വേണ്ടത്ര വിജയം കൈവരിച്ചില്ല എന്നാണ് എനിക്ക് പറയാൻ. Okay, sir. Very hopeful to hear it from you. Thank you. അടുത്തതായിട്ട് പാർവതി P. നായരെ ക്ഷണിക്കുന്നു. ചോദിക്കാം. പാർവതിക്ക് ചോദിക്കാം.
ഗുഡ് ഈവനിങ് സർ. എന്റെ സംശയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പൊതുവായി കേട്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ പഠനവും വിദേശ പഠനവും തമ്മിലുള്ള വ്യത്യാസം. ഇത് വിദ്യാർത്ഥികളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഇതിൽ കാര്യമായ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നമ്മുടെ നാട്ടിലെ പഠനവും വിദേശത്ത് പോയി പഠിക്കുന്നതും തമ്മിൽ? നമ്മുടെ നാട്ടിലെ പഠനവും വിദേശ പഠനവും തമ്മിൽ നമ്മൾ രണ്ട് പെർസ്പെക്റ്റീവിലാണ് കാണേണ്ടത്. ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിലെ പഠനം ഒരു വളരെ ചെലവ് കുറഞ്ഞതാണ്, വിദേശ പഠനം ചെലവ് കൂടിയതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഫെസിലിറ്റീസ്, കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ്, മികച്ച സാങ്കേതിക വിദ്യ, മികച്ച ഫെസിലിറ്റീസ് ആ വികസിത രാജ്യങ്ങളിലും വികസ്വര രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം തീർച്ചയായും ഉണ്ട് എന്ന കാര്യത്തിൽ, ഗുണനിലവാരത്തിന്റെ കാര്യത്തിലും ഗുണമേന്മയുടെ കാര്യത്തിലും ഉണ്ട് എന്നത് തീർത്തും പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ലോകത്തിലെ 200 റാങ്കിങ്ങിലുള്ള സർവകലാശാലകളുടെ എണ്ണത്തില് രാജ്യത്തെ ഒരൊറ്റ സർവകലാശാല പോലും ഇല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് മികച്ച റാങ്കിങ്ങിന്റെ കാര്യത്തിലും ഗുണനിലവാരത്തിന്റെ കാര്യത്തിലും സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഫെസിലിറ്റീസിന്റെ കാര്യത്തിലും വിദേശ സർവകലാശാലകൾ മുന്നിൽ തന്നെയാണ്. താങ്ക് യു സർ. അടുത്തതായിട്ട് ചോദിക്കുന്നത് നമ്മളുടെ ഈ പരിപാടിയിൽ അധ്യാപകരും പങ്കെടുക്കുന്നുണ്ട്. ശാന്തി ടീച്ചറെ ചോദ്യം ചോദിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. ഗുഡ് ഈവനിങ് സർ. എനിക്ക് 2 സംശയങ്ങളാണ് ചോദിക്കാനുള്ളത്. അതായത് വൈറോളജി പഠിക്കേണ്ട ഒരു കുട്ടി +2 കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റ് ആണ് എടുക്കേണ്ടത്? അതുപോലെ വൈറോളജി പഠിക്കേണ്ട ഒരു കുട്ടി +2 കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റികൾ BSc വൈറോളജി ഓഫർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ BSc മൈക്രോബയോളജി എടുത്ത് പിന്നെ സ്പെഷ്യലൈസേഷൻ വൈറോളജിയിൽ ചെയ്താൽ മതി. അത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോകേണ്ടത്? കേരളത്തിലുണ്ടോ? അവിടെ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും യൂണിവേഴ്സിറ്റിയിലും കേരളത്തിൽ എവിടെയാ വീട് കുട്ടിയുടെ? നെയ്യാറ്റിൻകര. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മൈക്രോബയോളജി കോഴ്സുകൾ ഉണ്ടല്ലോ, യഥേഷ്ടം കോഴ്സുകൾ. സാർ, ഇനി ഒരു സംശയം കൂടെ ഉണ്ട്. ഡേറ്റാ സയൻസ് പഠിക്കണമെങ്കിലും +2 കഴിഞ്ഞാൽ ഏതാ എടുക്കേണ്ടത്? ഡാറ്റാ സയൻസ് +2 കഴിഞ്ഞാൽ MSc ഇന്റഗ്രേറ്റഡ് ഡാറ്റാ സയൻസ് പ്രോഗ്രാം ഇപ്പൊ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഓഫർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ അമൃത യൂണിവേഴ്സിറ്റി, മണിപ്പാൽ യൂണിവേഴ്സിറ്റിക്ക് MSc ഇന്റഗ്രേറ്റഡ് ഡാറ്റാ സയൻസ് പ്രോഗ്രാം ഉണ്ട്. അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റികൾ ഡിഗ്രി ഡാറ്റാ സയൻസ് പ്രോഗ്രാമും ഓഫർ ചെയ്യുന്നുണ്ട്. ഇതല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് ഡാറ്റാ സയൻസ് പിന്നീട് ഉപരിപഠനം സ്പെഷ്യലൈസ് ചെയ്യുക, അല്ലെങ്കിൽ BCA MCA എടുത്ത് സ്പെഷ്യലൈസ് ചെയ്യുക. താങ്ക് യു സർ. സർ, നമുക്ക് നമ്മളുടെ ഈ പരിപാടി അവസാനിപ്പിക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. സർ, വളരെയധികം നന്ദിയുണ്ട് നമ്മളുടെ ഈ ഒരു പരിപാടിയിൽ വന്ന് പങ്കുചേർന്നതിന്. നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് വളരെയധികം നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻസ് സാർ കൊടുത്തു. അത് എല്ലാവർക്കും നല്ല രീതിയിൽ പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുകയാണ്. ഔപചാരികമായ നന്ദി രേഖപ്പെടുത്തുന്നതിനായി JEC APC ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം സർ. നമ്മുടെ ഈ കോവിഡ് മഹാമാരി നിലനിൽക്കുന്ന സമയത്താണ് നമ്മുടെ SSLCയും +2ന്റെയും റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾ കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ കൂടിയാണ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ആശങ്ക അതൊന്ന് അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എക്സൈസ് വകുപ്പ് മിഷനും ചേർന്നിട്ട് ഇത്തരത്തിലൊരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കണമെന്ന് തോന്നിയത്. അതിനെ ഞങ്ങൾ തീരുമാനിക്കുകയും ഞങ്ങളുടെ എക്സൈസ് കമ്മീഷൻ അതിന് അനുവാദം തരികയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജീവ് സാർ, എക്സൈസ് അഡ്മിനിസ്ട്രേഷൻ അഡീഷണൽ കമ്മീഷണർ ശ്രീ രാജീവ് സാർ അതിന് മുൻകൈ എടുക്കുകയും ഈ കാര്യത്തിൽ ഏറ്റവും വിദഗ്ധമായ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന ആള് ശ്രീ GP സേതുമാവ് സാറാണെന്ന് പറയുകയും അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുള്ളത്. ശ്രീ സേതുമാവൻ സാറ് ഇന്ന് കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് നമ്മുടെ ഇവിടെ ക്ലാസ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയും കുട്ടികൾക്ക് ഒരു അവബോധം സൃഷ്ടിക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് അവരുടെ ചോദ്യങ്ങളിൽ നിന്നുമുള്ള ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇത്തരത്തിലൊരു വെബിനാറിൽ പങ്കെടുക്കുകയും കുട്ടികൾക്ക് ആശങ്ക അകറ്റുന്ന വിധമുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ എല്ലാ കോഴ്സുകളെ കുറിച്ചും വളരെ ചുരുക്കി പറയുകയും ചെയ്ത സാറിന് വിമുക്തി മിഷന്റെ പേരിലും എക്സൈസ് വകുപ്പിന്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ വെബിനാറിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ കുട്ടികളെയും രക്ഷകർത്താക്കളെയും ഞങ്ങൾ വിമുക്തി മിഷന്റെ പേരിലും എക്സൈസ് വകുപ്പിന്റെ പേരിലുമുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്ന ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണർ ശ്രീ ആനന്ദകൃഷ്ണ IPS അവർകൾ, ശ്രീ രാജീവ് IO FS എന്നിവരെ വിമുക്തി മിഷന്റെ പേരിലുള്ള പ്രത്യേക നന്ദി കൂടെ അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി. കഴിഞ്ഞ താങ്ക് യു സർ. താങ്ക് യു.